ओम नमो भगवते वासुदेवाय। ओम नमो भगवते वासुदेवाय। ओम नमो भगवते वासुदेवाय। ओम अज्ञानतिमिरान्धस्य ज्ञानाञ्जनशलाकया चक्षुरुन्मिलितं येन तस्मै श्रीगुरवे नमः। श्रीचैतन्यमनोभीष्टं स्थापितं येन भूतले स्वयं रूपा कदा मह्यं ददाति स्वपदान्तिकम्। वन्देऽहं श्रीगुरो श्रीयुतपदकमलं श्रीगुरून् वैष्णवांश्च श्रीरूपं साग्रजातं सहगण रघुनाथान्वितं तं सजीवं साद्वैतं सावधूतं परिजनसहितं कृष्णचैतन्यदेवं श्रीराधा कृष्णपादान् सहगण ललिता श्रीविशाखान्वितांश्च। हे कृष्णा करुणा सिन्धु दीनबन्धु जगत्पते गोपेशा गोपिकान्त राधाकान्त नमोऽस्तुते। तप्त काञ्चन गौराङ्गी राधे वृन्दावनेश्वरि वृषभानुसुते देवी प्रणमामि हरिप्रिये। वंशाकल्पतरुभ्यश्च कृपासिन्धुभ्येव च पतितानां पावनेभ्यो वैष्णवेभ्यो नमो नमः। नमामो विष्णुपादाय कृष्णप्रेष्ठाय भूतले श्रीमते भक्तिवेदान्तस्वामिनिति नामिने। नमस्ते सरस्वते देवे गौरवाणी प्रचारिणे निर्विशेषशून्यवादी पाश्चात्यदेशतारिणे। जय श्री कृष्ण चैतन्य प्रभु नित्यानंद श्री अद्वैत गदाधर श्रीवासादि गौर भक्तवृंद। हरे कृष्णा कृष्ण कृष्ण हरे हरे, हरे राम 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 हरे हरे। हरे कृष्णा कृष्ण कृष्ण हरे हरे, हरे राम 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 हरे हरे। हरे कृष्णा कृष्ण कृष्ण हरे हरे, हरे राम 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 हरे हरे। मूकं करोति वाचालं पङ्गुं लङ्घयते गिरिं यत्कृपातमहं वन्दे श्रीगुरुदीनतारिणं परमानन्दमाधवं श्रीचैतन्यमीश्वरम्। ഹരേ കൃഷ്ണ. പ്രിയപ്പെട്ട എല്ലാ ഭക്തർക്കും എൻ്റെ വിനീതമായ പ്രണാമം. ഗ്രന്ഥര ശ്രീമദ് ഭാഗവതമാണ് നമ്മൾ പഠിക്കുന്നത്. ശ്രീമദ് ഭാഗവതത്തിലെ പ്രഥമ സ്കന്ധം അധ്യായം 9. ശ്രീ ഭീഷ്മദേവന്റെ മനോഹരമായിട്ടുള്ള ഭീഷ്മസ്തുതിയുള്ള അധ്യായമാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത്. ആ അധ്യായത്തിലെ അവസാനത്തെ ശ്ലോകമാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഈ അധ്യായം ഈ ഒരു ശ്ലോകത്തോടു കൂടി അവസാനിക്കുന്നു. 49-ാമത്തെ ശ്ലോകം. അതിമനോഹരമായിട്ടുള്ള ഒരു അധ്യായമാണ് ഈ ഒരു അധ്യായം. നമ്മൾ കണ്ടു, കഴിഞ്ഞ അധ്യായത്തിൽ കുന്തി മഹാറാണിയുടെ സ്തുതിയായിരുന്നു. ഇപ്പോൾ ഈ ഒരു അധ്യായത്തിൽ ഭീഷ്മ പിതാമഹന്റെ സ്തുതി. നമ്മൾ കാണുന്നു, ഭീഷ്മ പിതാമഹൻ ശരശയിൽ കിടക്കുന്ന സമയത്ത് അദ്ദേഹം ഭഗവാനെ ക്ഷമിക്കണം, ഭീഷ്മ പിതാമഹൻ ശരശയിൽ കിടക്കുന്നു. ആ സമയത്ത് പാണ്ഡവര്, യുധിഷ്ഠിര മഹാരാജാവും മറ്റുള്ള അവരെല്ലാവരും കൃഷ്ണനുമായിട്ട് ചേർന്ന് ഒരുമിച്ച് ഇവരെല്ലാവരും കൂടെ ഭീഷ്മ പിതാമഹനെ കാണാൻ വരുന്നു. നമുക്കറിയാം, യുധിഷ്ഠിര മഹാരാജാവിന് എത്ര വിഷമമായിരുന്നു ഈ കുരുക്ഷേത്ര യുദ്ധം കഴിഞ്ഞതിന് ശേഷം. അദ്ദേഹം എല്ലാം നടന്നതിന്റെ കാരണം ഞാനാണ് എന്ന് പറഞ്ഞ് അദ്ദേഹം സ്വയം പഴി പറയുമായിരുന്നു. ഞാൻ കാരണമാണ് ഈ യുദ്ധം നടന്നത്, ഞാൻ കാരണമാണ് ഇത്രയും ആളുകൾ മരിക്കുന്നത്, എല്ലാത്തിന്റെയും കാരണം ഞാനാണെന്ന് പറഞ്ഞ് അദ്ദേഹം ഒരുപാട് വിഷമിച്ചിരുന്നു. ആ സമയത്ത് അദ്ദേഹത്തെ സമാധാനിപ്പിക്കാൻ വേണ്ടി എല്ലാവരും ശ്രമിക്കുന്നു. വ്യാസദേവൻ അടക്കമുള്ള വരിഷ്ഠരായിട്ടുള്ള എല്ലാ ഋഷിവര്യന്മാരും ഗുരുജനങ്ങളും ഒക്കെ ട്രൈ ചെയ്യുന്നു, ശ്രമിക്കുന്നു. എന്തിനു പറയണം, ഭഗവാൻ കൃഷ്ണനും ശ്രമിക്കുന്നുണ്ട്. എന്നാൽ യുധിഷ്ഠിര മഹാരാജാവിന് ഒന്നും അങ്ങോട്ട് തലയിൽ രജിസ്റ്റർ ആവുന്നുണ്ടായിരുന്നില്ല. അദ്ദേഹത്തിന് ആക്സെപ്റ്റ് ചെയ്യാൻ സാധിക്കുന്നുണ്ടായിരുന്നില്ല. ഇതെല്ലാം ഭഗവാന്റെ പ്ലാൻ ആണ്, അത് നമ്മൾ മനസ്സിലാക്കണം. ഭഗവാന് ഒരാളെ
പറഞ്ഞ് മനസ്സിലാക്കിപ്പിക്കാൻ പറ്റാത്ത കാര്യമാണോ? അല്ല. എന്നാൽ ഭഗവാൻ ആഗ്രഹിച്ചിരുന്നു. ശീല പ്രഭുപാദി ഇത് ഭാഗവതത്തിൽ പറഞ്ഞിട്ടുമുണ്ട്. പല സ്ഥലങ്ങളിലായിട്ട് ഭഗവാന്റെ ആഗ്രഹമായിരുന്നു ഭീഷ്മ പിതാമഹനിലൂടെ യുധിഷ്ഠിര മഹാരാജാവിന് ഉപദേശങ്ങൾ കൊടുക്കണമെന്നും അങ്ങനെ യുധിഷ്ഠിര മഹാരാജാവിന് സമാധാനം കിട്ടുമെന്നുള്ളതും ഭഗവാന്റെ നിശ്ചയമായിരുന്നു. അതനുസരിച്ച് ഈ ലീല നടക്കുന്നു. അങ്ങനെ ഭീഷ്മ പിതാമഹനെ കാണാൻ ഇവരെല്ലാവരും വരുന്ന രംഗം നമ്മൾ കണ്ടു. എന്തുകൊണ്ട് ഇത് പറയുന്നു വെച്ചാൽ നമ്മൾ ഈ ഒരു അധ്യായം ഇന്ന് അവസാനിക്കുകയാണ്. സോ ആ ഒരു ഓവർവ്യൂ തരുവാണ്. അതിനുശേഷം ഭീഷ്മസ്തുതി നമുക്ക് സമയമുണ്ടെങ്കിൽ ചൊല്ലാം. അപ്പോൾ ഇദ്ദേഹം അവിടെ ശരശയിൽ കിടക്കുമ്പോൾ ഇവരെല്ലാവരും വരുന്നു. അപ്പോൾ വരുന്ന ആ കാഴ്ചയും ഇവിടെ വിവരിക്കുന്നുണ്ട്, ഭാഗവതത്തിൽ പറയുന്നുണ്ട്. ഇത്ര മനോഹരമായിട്ട്, അതായത് വളരെ രാജാവാണ് അല്ലെ, യുധിഷ്ഠിര മഹാരാജാവിന് രാജ്യം കിട്ടി. ഇപ്പോ ചക്രവർത്തി സാമ്രാട്ടാണ് അദ്ദേഹം. അപ്പോൾ അദ്ദേഹം ആ ഒരു പൊസിഷൻ അനുസരിച്ചിട്ടുള്ള അദ്ദേഹത്തിന്റെ വേഷവും ആ ഒരു വേഷവിധാനത്തോടു കൂടിയിട്ടും ആണ്. അതേപോലെ മനോഹരമായിട്ടുള്ള രഥത്തിലാണ് അദ്ദേഹം വരുന്നത്. കൂടെ മറ്റുള്ള അദ്ദേഹത്തിന്റെ സഹോദരങ്ങളും ഉണ്ട്. അങ്ങനെ എല്ലാവരും കൂടെ ഭീഷ്മ പിതാമഹനെ കാണാൻ വരുന്നു. ഈ ഒരു കാഴ്ച കൃഷ്ണൻ പറഞ്ഞു യുധിഷ്ഠിര മഹാരാജനോട് അങ്ങനെ പോകണം എന്നുള്ളത്, അങ്ങനെയാണ് പോകേണ്ടത് എന്നുള്ളത്. അതായത് ഒരു ചക്രവർത്തി ഒരു സ്ഥലത്തേക്ക് പോകുമ്പോൾ ഏത് ലെവൽ എങ്ങനെയായിരിക്കും പോകുന്നത്, അതുപോലെ തന്നെ ഒന്നും ഒരു കുറവില്ലാതെ, ഒന്നിനും ഒരു കുറവില്ലാതെ ആ പ്രൗഢിയോട് കൂടിയിട്ട് തന്നെ അവിടെ പോകണമെന്നായിരുന്നു കൃഷ്ണൻ ആഗ്രഹിച്ചിരുന്നത്. അതനുസരിച്ചിട്ട് നടക്കുന്നു. കാര്യം യുധിഷ്ഠിര മഹാരാജാവിന് കൃഷ്ണൻ അറിയാം ഭീഷ്മ പിതാമഹനെ അത് കാണുമ്പോൾ യുധിഷ്ഠിര മഹാരാജാവ് ആ ചക്രവർത്തിയായി രാജാവിന്റെ വേഷത്തിൽ അദ്ദേഹത്തെ കാണുമ്പോൾ ഭീഷ്മ പിതാമഹന്റെ ഹൃദയത്തിൽ എത്രമാത്രം സന്തോഷം ഉണ്ടാവും എന്നുള്ളത് കൃഷ്ണൻ അറിയാം. ഭീഷ്മ പിതാമഹൻ ആഗ്രഹിച്ചിരുന്നത് അതായിരുന്നു. അദ്ദേഹത്തിന് ഒരുപാട് സന്തോഷമാവും എന്നുള്ളത്. അതുകൊണ്ട് ഇവരെല്ലാവരും അതേപോലെയാണ് പോകുന്നത്. അങ്ങനെ രഥം കൊണ്ട് അവിടെ നിർത്തുന്ന സമയത്ത് ഒരുപാട് സന്തോഷം തോന്നുന്നു. ഭീഷ്മ പിതാമഹന്റെ കണ്ണുകളിൽ നിന്ന് വെള്ളം വരുന്നു. യുധിഷ്ഠിര മഹാരാജാവിനെ കണ്ടു. അതേപോലെ മറ്റുള്ള പാണ്ഡവരെ എല്ലാവരെയും കാണുമ്പോൾ സന്തോഷം തോന്നുന്നു അദ്ദേഹത്തിന്. കൂട്ടത്തിൽ ഹരേ കൃഷ്ണ. കൂട്ടത്തിൽ എല്ലാവർക്കും ക്ഷമിക്കണം, ഞാൻ എല്ലാവരെയും തൽക്കാലം കുറച്ചു നേരത്തേക്ക് മ്യൂട്ട് ചെയ്യുന്നു. കാര്യം ഇടയിൽ ശബ്ദം വരുന്നുണ്ട്. ഗുരവേ ഗൗരചന്ദ്രായ രാധികായ തദാലയ കൃഷ്ണായ കൃഷ്ണഭക്തായ തദ്ഭക്തായ നമോ നമഃ. ഭീഷ്മ പിതാമഹൻ ഒരുപാട് സന്തോഷം തോന്നുന്നു. കൃഷ്ണനെയും കൂടെ കാണുമ്പോൾ പിന്നെ പറയേണ്ട ആവശ്യമില്ല. ഭീഷ്മ പിതാമഹൻ കാത്തിരിക്കുകയായിരുന്നു ഭഗവാൻ കൃഷ്ണനെ നേരിട്ട് കാണുവാൻ വേണ്ടി. അങ്ങനെ കൃഷ്ണനെ കണ്ടുകൊണ്ട് ഈ ശരീരം ഇടണമെന്ന് ആഗ്രഹിച്ച് കിടക്കുമായിരുന്നു. അതിനുവേണ്ടി അദ്ദേഹം വെയിറ്റ് ചെയ്യുമായിരുന്നു. അല്ലെങ്കിൽ അദ്ദേഹത്തിന് ഒരുപാട് ദിവസങ്ങൾ അദ്ദേഹം ശരശയിൽ കിടക്കുന്നതായിട്ട് പറയുന്നുണ്ട് മഹാഭാരതത്തിൽ, നമുക്ക് എല്ലാവർക്കും അറിയാം. എന്നാൽ ആ സമയത്ത് കൃഷ്ണൻ എപ്പോൾ വരും, കൃഷ്ണൻ വരുന്നത് കാത്തിരിക്കുകയായിരുന്നു അദ്ദേഹം. അതേപോലെ തന്നെ യുധിഷ്ഠിര മഹാരാജാവിനെയും പാണ്ഡവരെയും കാണണമെന്ന് അദ്ദേഹത്തിന് ആഗ്രഹം ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ ആഗ്രഹപ്രകാരം, ഭഗവാന്റെ നിശ്ചയപ്രകാരം ഇവരെല്ലാവരും അവിടെ എത്തുന്നു. അങ്ങനെ ആ ഒരു കാഴ്ച കാണുന്നു. അങ്ങനെ ഭഗവാനെ കാണുന്ന സമയത്ത് ഭഗവാന്റെ സുന്ദരമായിട്ടുള്ള രൂപം കണ്ടുകൊണ്ട് ഭീഷ്മ പിതാമഹൻ ശരശയിൽ കിടന്നുകൊണ്ട് സ്തുതിക്കുകയാണ് ചെയ്യുന്നത് ഭഗവാനെ. അതാണ് ഭീഷ്മസ്തുതി. അതിമനോഹരമായിട്ടുള്ള ശ്ലോകങ്ങൾ നമ്മൾ കണ്ടു, ഓൾറെഡി നമ്മൾ പഠിച്ചു. ഇന്ന് നമ്മൾ ആ ഒരു അധ്യായം അവസാനിക്കുന്നു. അവസാനത്തെ ശ്ലോകമാണ് ഇന്ന് പഠിക്കുന്നത്. നോക്കാം, 49ാമത്തെ ശ്ലോകം. ഭീഷ്മ പിതാമഹൻ ഭഗവാന്റെ അടുത്തേക്ക് പോയതിനു ശേഷം യുധിഷ്ഠിര മഹാരാജാവും മറ്റുള്ള എല്ലാവരും തിരിച്ചു പോകുന്നു. അതാണ് ഇതിനു മുമ്പ് പറയുന്നത്. അങ്ങനെയാണ് ഈ അധ്യായം അവസാനിക്കുന്നത്. എല്ലാവരും അവരവരുടേതായിട്ടുള്ള വീട്ടിലേക്ക് അല്ലെങ്കിൽ കൊട്ടാരത്തിലേക്ക് തിരിച്ചു പോകുന്നു എന്നുള്ളത് ഇവിടെ പറയുന്നുണ്ട്. അതിന്റെ അവസാനത്തെ ശ്ലോകമാണ് ഇത്.
पित्रा चानुमतो राजा वासुदेवानुमोदितः चकार राज्यं धर्मेण पितामहं विभुः। पित्रा चानुमतो राजा वासुदेवानुमोदितः चकार राज्यं धर्मेण पितृपितामहं विभुः। पित्रा चानुमतो राजा वासुदेवानुमोदितः चकार राज्यं धर्मेण पितृपितामहं विभुः। ഓക്കെ, ശ്ലോകം ആർക്കെങ്കിലും വായിക്കാം? ശ്ലോകം വായിക്കാം. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. പിത്രാചാനുമതോ രാജ വാസുദേവാനുമോദിത ചകാര രാജ്യം ധർമ്മേണ പിതൃപൈതാമഹം വിഭു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭുജി. ഹരേ കൃഷ്ണ. വേറെ ആരെങ്കിലും? ഹരേ കൃഷ്ണ. പിത്രാചാനുമതോ രാജ വാസുദേവാനുമോദിത ചകാര രാജ്യം ധർമ്മേണ പിതൃപൈതാമഹം വിഭു. ഹരേ കൃഷ്ണ. താങ്ക് യു. ഒരാൾക്കും കൂടെ വായിക്കാം ശ്ലോകം. ഹരേ കൃഷ്ണ പ്രഭു. ഓം നമോ ഭഗവതേ വാസുദേവായ. പിത്രാചാനുമതോ രാജ വാസുദേവാനുമോദിതഃ ചകാര രാജ്യം ധർമ്മേണ പിതൃപൈതാമഹം വിഭു. ഹരേ കൃഷ്ണ. ഓക്കെ, താങ്ക് യു. വേറെ ആരെങ്കിലും വിവർത്തനം ഭാവാർത്ഥം കൂടെ വായിക്കൂ. ഹരേ കൃഷ്ണ പ്രഭുജി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. വിവർത്തനം. ഇതിനുശേഷം മഹാധർമാത്മാവായ മഹാരാജാവ് യുധിഷ്ഠിരൻ തന്റെ വലിയച്ഛനാൽ അംഗീകരിക്കപ്പെട്ടതും ഭഗവാൻ ശ്രീകൃഷ്ണനാൽ സ്ഥിരീകരിക്കപ്പെട്ടതുമായ രാജകീയ തത്വങ്ങളും നിയമസംഹിതകളും കർശനമായി അനുസരിച്ച് രാജ്യഭരണം നിറവേറ്റി. ഭാവാർത്ഥം. ജയ ശ്രീല പ്രഭുപാദ്. മഹാരാജാവ് യുധിഷ്ഠിരൻ വെറും നികുതി പിരിവുകാരൻ മാത്രമായിരുന്നില്ല. ഒരു പിതാവിനേക്കാൾ അല്ലെങ്കിൽ ആത്മീയ ഗുരുവിനേക്കാൾ ഒട്ടും താണതല്ലാത്ത രാജാവെന്ന നിലയിലുള്ള തൻ്റെ കർത്തവ്യത്തെക്കുറിച്ച് അദ്ദേഹം സദാ ബോധവാനായിരുന്നു. സാമൂഹികവും രാഷ്ട്രീയവും സാമ്പത്തികവും ആത്മീയവുമായ ഉന്നമനത്തിന് എല്ലാ കോണുകളിൽ നിന്നും പ്രജകളുടെ ക്ഷേമം രാജാവ് ഉറപ്പുവരുത്തേണ്ടതാകുന്നു. മനുഷ്യ ജീവിതത്തിന്റെ ഉദ്ദേശം പഞ്ചരബദ്ധമായ ആത്മാവിനെ ഭൗതികാവസ്ഥയുടെ ബന്ധനത്തിൽ നിന്നും മുക്തമാക്കുകയാണെന്ന് രാജാവ് നിശ്ചയമായും അറിഞ്ഞിരിക്കണം. ആകയാൽ ഈ പരിപൂർണതയുടെ പരമാവസ്ഥയെ പ്രാപിക്കാൻ വേണ്ട വിധം പ്രജകളെ പരിപാലിക്കേണ്ട ചുമതല അദ്ദേഹത്തിനാണ്. മഹാരാജാവ് യുധിഷ്ഠിരൻ ഈ തത്വങ്ങളൊക്കെ കർശനമായി അനുവർത്തിച്ചിരുന്നതായി വരുന്ന അധ്യായത്തിൽ കാണാം. അദ്ദേഹം തത്വങ്ങളെ അനുവർത്തിച്ചുവെന്ന് മാത്രമല്ല, രാഷ്ട്രീയ വിഷയങ്ങളിൽ പരിചയസമ്പന്നനായ അദ്ദേഹത്തിന്റെ വൃദ്ധനായ വലിയച്ഛന്റെ അനുമോദനവും അദ്ദേഹത്തിന് ലഭിച്ചു. അതൊക്കെയും ഭഗവത്ഗീത തത്വശാസ്ത്രത്തിന്റെ പ്രഭാഷകനായ ശ്രീകൃഷ്ണ ഭഗവാനാൽ സ്ഥിരീകരിക്കപ്പെടുകയും ചെയ്തു. മഹാരാജാവ് യുധിഷ്ഠിരൻ ആദർശയോഗ്യനായ ചക്രവർത്തിയായിരുന്നുവെന്ന് മാത്രമല്ല, അദ്ദേഹത്തെ പോലെ പരിശിക്ഷിതനായ ഒരു രാജാവിന്റെ കീഴിലുള്ള ഏക രാജശാസനയിലായിരിക്കണം സർവശ്രേഷ്ഠമായ ഭരണകൂടം. ആധുനിക ജനായത്ത ഭരണത്തേക്കാൾ അഥവാ ജനങ്ങളാൽ ജനങ്ങൾക്ക് വേണ്ടി ഭരിക്കപ്പെടുന്ന സർക്കാരിനേക്കാൾ അതിശ്രേഷ്ഠമായ ശാസനമാകുന്നു അത്. ജനസമൂഹങ്ങൾ, വിശേഷിച്ചും കലിയുഗത്തിലെ ജനങ്ങൾ എല്ലാവരും ശൂദ്രരായി ജനിക്കുകയും അടിസ്ഥാനപരമായി നീചജന്മങ്ങളും വികലമായി അഭ്യസിക്കപ്പെട്ടവരും നിർഭാഗ്യവാന്മാരും ദുഷിച്ച സംസർഗമുള്ളവരുമാകുന്നു. അവർക്ക് സ്വയം ജീവിതത്തിന്റെ പരമപരിപൂർണമായ ലക്ഷ്യത്തെക്കുറിച്ച് അറിയില്ല. ആകയാൽ അവരുടെ വോട്ടിന് യഥാർത്ഥത്തിൽ യാതൊരു വിലയുമില്ല. അങ്ങനെ നിരുത്തരവാദപരമായ സമ്മതിദാനത്തിലൂടെ തിരഞ്ഞെടുക്കപ്പെടുന്ന വ്യക്തികൾക്ക് മഹാരാജാവ് യുധിഷ്ഠിരനെ പോലെ ഉത്തരവാദിത്തമുള്ള ജനപ്രതിനിധികളായിരിക്കുക സാധ്യമല്ല. ശ്രീമദ് ഭാഗവതം 1-ാം സ്കന്ധത്തിലെ ശ്രീകൃഷ്ണ ഭഗവാന്റെ സാന്നിധ്യത്തിൽ ഭീഷ്മദേവന്റെ വിയോഗം എന്ന 9-ാം അധ്യായത്തിന്റെ ഭക്തിവേദാന്ത ഭാവാർത്ഥം ഇപ്രകാരം സമ്പൂർണമാകുന്നു. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ പ്രഭുജി. ഹരേ കൃഷ്ണ.
ഹരേ കൃഷ്ണ. താങ്ക് യു. ഇവിടെ പറയുന്നു യുധിഷ്ഠിര മഹാരാജാവ് ഭീഷ്മ പിതാമഹൻ തിരിച്ചുപോയി ഭഗവാന്റെ അടുത്തേക്ക്. ഒരു ഭാവർ ഹരേ കൃഷ്ണ. ഓക്കെ, ക്ഷമിക്കണം. യുധിഷ്ഠിര മഹാരാജാവ് രാജ്യം ഭരിക്കുന്ന കാര്യമാണ് പറയുന്നത്. അതായത് ഇതെല്ലാം നടന്നതിന് ശേഷം ഭീഷ്മ പിതാമഹൻ തിരിച്ച് ഭഗവാന്റെ അടുത്തേക്ക് പോകുന്നു. ഒരു ഭാവാർത്ഥത്തിൽ ഭഗവാൻ ശീലപ്രഭുജി വളരെ ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട്, ഭീഷ്മ പിതാമഹൻ ദാസ്യഭാവത്തിലായിരുന്നു എന്നുള്ളത്. ഭഗവാന്റെ ദാസനായിട്ടായിരുന്നു അദ്ദേഹത്തിന്റെ ഹൃദയത്തിലുള്ള ഭാവം. അതനുസരിച്ച് അദ്ദേഹത്തിന് ആധ്യാത്മിക ലോകത്തിലേക്ക് ആ ഭാവത്തിൽ തന്നെ എന്താണോ അദ്ദേഹത്തിന്റെ സ്ഥായി ഭാവം അതനുസരിച്ചിട്ടുള്ള സേവനം അദ്ദേഹത്തിന് കിട്ടി. അദ്ദേഹം തിരിച്ച് പോകുന്നു. അതിനുശേഷം യുധിഷ്ഠിര മഹാരാജാവ് രാജ്യം ഭരിക്കുന്ന കാര്യത്തെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത്. ഇവിടെ പറയുന്നു വളരെ പ്രധാനപ്പെട്ട കാര്യം, യുധിഷ്ഠിര മഹാരാജാവ് ഈ രാജ്യം ഭരിക്കുന്ന സമയത്ത് എല്ലാവിധ റൂൾസും അല്ലെങ്കിൽ ഫോളോ ചെയ്യേണ്ടതായിട്ടുള്ള എല്ലാവിധ കാര്യങ്ങളും, അതായത് ഒരു രാജാവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയൊരു കാര്യമല്ല. രാജാവിന് ഒരുപാട് ഉത്തരവാദിത്തം ഉണ്ട്. രാജാവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രജകളെ നോക്കുമ്പോൾ പ്രജകളെ എല്ലാവരെയും ഒരേപോലെ നോക്കണം, അവർക്ക് വേണ്ടതെല്ലാം ചെയ്തു കൊടുക്കണം. പ്രജകൾ എന്ന് പറയുമ്പോൾ അതിൽ മൃഗങ്ങളും മരങ്ങളും ചെടികളും എല്ലാവരും വരുന്നു, മനുഷ്യര് മാത്രമല്ല. എല്ലാവരുടെയും കാര്യം ഒരേപോലെ നോക്കേണ്ട ഉത്തരവാദിത്വം ഉണ്ട്. എന്നാൽ അത് എങ്ങനെയെങ്കിലും തോന്നിയ പോലെയല്ല, അവനവന്റെ ഇഷ്ടത്തിനല്ല. ശാസ്ത്രങ്ങളിൽ പറയുന്നതനുസരിച്ച് ഒരു ക്ഷത്രിയൻ എങ്ങനെയാണോ ചെയ്യേണ്ടത്, എന്താണോ ഒരു രാജാവ് ആവുമ്പോൾ ചെയ്യേണ്ട ഉത്തരവാദിത്തങ്ങൾ, അതനുസരിച്ചിട്ട് തന്നെ ചെയ്യണം. അങ്ങനെയാവുമ്പോഴാണ് ശരിക്കും ഒരു നല്ലൊരു രാജാവ് എന്ന് വിളിക്കാൻ സാധിക്കുന്നത്. എന്നാൽ യുധിഷ്ഠിര മഹാരാജാവ് ഇതിന്റെയൊക്കെ അപ്പുറത്താണ്. അദ്ദേഹത്തെ അതുകൊണ്ട് രാജഋഷി എന്നാണ് വിളിക്കാറ്. രാജഋഷി എന്ന് പറഞ്ഞാൽ എന്താണ്? ഋഷി എന്ന് പറഞ്ഞാൽ ഋഷിവര്യന്മാർ എന്ന് പറഞ്ഞാൽ മഹാഭക്തര്. അതിൽ രാജാവുമാണ്, എന്നാൽ ഋഷിയുമാണ്. അതായത് അത്രയും ക്വാളിറ്റീസ് ആയിരുന്നു യുധിഷ്ഠിര മഹാരാജന് ഉണ്ടായിരുന്നത്. ശുദ്ധഭക്തനാണ് അദ്ദേഹം, എന്നാൽ ഏറ്റവും നല്ല ഭരണാധികാരിയും. ഒന്ന് ആലോചിച്ച് നോക്കൂ, ആ ഒരു കോമ്പിനേഷൻ ഒന്ന് ആലോചിച്ച് നോക്കൂ. ഇതേപോലെ തന്നെയായിരുന്നു പരീക്ഷിത് മഹാരാജാവ്. യുധിഷ്ഠിര മഹാരാജാവിന്റെ അവസാനത്തെ, ആ പരമ്പരയിലെ അവസാനത്തെ കണ്ണിയായിട്ടുള്ള പരീക്ഷിത് മഹാരാജാവ്. യുധിഷ്ഠിര മഹാരാജാവ് ഇനി മുന്നോട്ട് നമ്മൾ ഭാഗവതത്തിൽ പഠിക്കും. യുധിഷ്ഠിര മഹാരാജാവ് പരീക്ഷിത് മഹാരാജാവിനെ രാജ്യം ഏൽപ്പിച്ച് ഇവരെല്ലാവരും വാനപ്രസ്ഥത്തിൽ പോകുന്നത് നമ്മൾ കാണും ഇനി മുന്നോട്ട് ഭാഗവതത്തിൽ. പരീക്ഷിത് മഹാരാജാവും ഇതേപോലെ തന്നെയായിരുന്നു. എങ്ങനെയാണോ യുധിഷ്ഠിര മഹാരാജാവ്, ആ ക്വാളിറ്റീസ് എല്ലാം അദ്ദേഹത്തിനും ഉണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ പറയുന്നതാണ്, അദ്ദേഹം എല്ലാം വളരെ ആ ചിട്ട അനുസരിച്ച് എന്താണോ പറഞ്ഞിട്ടുള്ളത്, ധർമ്മം, ക്ഷത്രിയന്റെ ധർമ്മം എന്നാണ്, രാജ്യം ഭരിക്കുന്നത് കാര്യങ്ങൾ എങ്ങനെയാണ്, അതിന്റെ ആ ധർമ്മത്തിന്റെ എല്ലാ റൂൾസും അതിന്റെ എല്ലാ നിബന്ധനകളും പ്രിൻസിപ്പിൾസും ഫോളോ ചെയ്തുകൊണ്ട് അദ്ദേഹം ഭരിക്കുന്നു. എല്ലാവരുടെയും അനുഗ്രഹത്തോടു കൂടി. എന്തിനു പറയണം? അതായത് ഇപ്പോൾ ഭീഷ്മ പിതാമഹന്റെ അനുഗ്രഹമുണ്ട്, ബാക്കി എല്ലാവരുടെയും അനുഗ്രഹത്തോടു കൂടി, എല്ലാവരുടെയും സപ്പോർട്ടോടു കൂടി, ഭഗവാൻ കൃഷ്ണന്റെ അനുഗ്രഹത്തോടു കൂടി യുധിഷ്ഠിര മഹാരാജാവ് ഭംഗിയായിട്ട് പിന്നീട് രാജ്യം ഭരിക്കുന്നു ഒരുപാട് വർഷങ്ങൾ. അതാണ് ഇവിടെ പറയുന്നത് ഈ ശ്ലോകത്തിൽ. ശീലപ്രഭുപാദി ഭാവാർത്ഥത്തിൽ പറയുന്നു, യുധിഷ്ഠിര മഹാരാജാവ് സാധാരണ ഒരു രാജാവായിരുന്നില്ല. അതായത് സാധാരണ രാജാവ് എന്ന് പറയാൻ കാര്യം എന്താണെന്ന് വെച്ചാൽ, പ്രജകളിൽ നിന്ന് ടാക്സ് പിരിക്കുന്നു, എന്നാൽ പ്രജകൾക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ലെങ്കിൽ കാര്യമുണ്ടോ? ഇല്ല. ഗവൺമെന്റ് നമ്മളിൽ നിന്ന് ടാക്സ് എടുക്കുന്നു, എന്നാൽ ഗവൺമെന്റ് സിറ്റിസൺസിന് സപ്പോർട്ട് ചെയ്യുന്നില്ലെങ്കിൽ എന്തായിരിക്കും അവസ്ഥ? അപ്പോൾ അത് നല്ലൊരു കാര്യമല്ല അല്ലെ? എന്നാൽ യുധിഷ്ഠിര മഹാരാജാവ് അങ്ങനെയായിരുന്നില്ല. അദ്ദേഹത്തിന് വളരെ ശ്രദ്ധയോട് കൂടിയിട്ട് ഓരോ ആളുകളുടെയും കാര്യം നോക്കുമായിരുന്നു. അതാണ് ഇവിടെ പറയുന്നത്. ആ ഒരു രാജാവ് എന്ന് പറയുമ്പോൾ യുധിഷ്ഠിര മഹാരാജാവിന്റെ ഒരു പൊസിഷൻ അങ്ങനെയാണ്. രാജാവ് സാധാരണ ഒരു രാജാവ് എന്നുള്ളൊരു പേര് മാത്രമല്ല, അതായത് ഒരു അച്ഛൻ എങ്ങനെയാണോ, ഒരു ആധ്യാത്മിക ഗുരു എങ്ങനെയാണോ, അതേപോലെ ആധ്യാത്മിക ഗുരുവിനും അതേപോലെ തന്നെ അച്ഛനും അച്ഛന്മാർക്കും എത്ര റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട് അല്ലെ? അച്ഛൻ എന്ന് പറയുമ്പോൾ ആ ഫാമിലിയിലെ എല്ലാവരും നോക്കിക്കാണുന്ന ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തെ ഫോളോ ചെയ്യുന്നവരായിരിക്കും.
അല്ലെങ്കിൽ അദ്ദേഹം പ്രോപ്പർ ആയിരുന്നാലേ, അദ്ദേഹം നല്ല രീതിയിൽ ഉത്തരവാദിത്തങ്ങൾ എടുത്ത് കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വീട്ടിൽ ശാന്തിയും സമാധാനവും എല്ലാം ഉണ്ടാവും, അല്ലെ? അച്ഛന് റെസ്പോൺസിബിലിറ്റി ഉണ്ട്. ആ റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത് ഉത്തരവാദിത്വം അദ്ദേഹത്തിനുണ്ട്. അതേപോലെ തന്നെയാണ് ആധ്യാത്മിക ഗുരു എന്ന് പറഞ്ഞാൽ. ആധ്യാത്മിക ഗുരുവിനും ഉത്തരവാദിത്വമുണ്ട്. അദ്ദേഹത്തിന്റെ ശിഷ്യരെ എല്ലാവരും വേണ്ട രീതിയിൽ കാര്യങ്ങൾ ആധ്യാത്മികതയിൽ അവരെ പഠിപ്പിക്കാനും അവരെ ഭഗവാന്റെ അടുത്തേക്ക് എത്തിക്കുവാനുള്ള ഉത്തരവാദിത്വം ആധ്യാത്മിക ഗുരു എടുക്കുന്നു. അതേപോലെ തന്നെയാണ് രാജാവിൻ്റെതായിട്ടുള്ള ചുമതലകളുണ്ട്, ഡ്യൂട്ടീസ് ഉണ്ട്, ഉത്തരവാദിത്തങ്ങളുണ്ട്. അതെല്ലാം വളരെ ഭംഗിയായിട്ട് യുധിഷ്ഠിര മഹാരാജാവ് ചെയ്തിരുന്നു. ഒരു കോംപ്രമൈസും ഇല്ല. എല്ലാ പ്രജകളും സന്തോഷമായിരുന്നു അദ്ദേഹം ഭരിക്കുന്ന സമയത്ത്. പറയുന്നു, ഭൂമി ദേവി കനിഞ്ഞു കൊടുക്കുമായിരുന്നു, ഒന്നിനും ഒരു ക്ഷാമവും ഉണ്ടായിരുന്നില്ല. എല്ലാം ആവശ്യത്തിനേക്കാൾ കൂടുതൽ, പശുക്കളൊക്കെ ആവശ്യത്തിനേക്കാൾ കൂടുതൽ പാല് കൊടുക്കുന്നു. അതേപോലെ തന്നെ ചെടികളും മറ്റുള്ള പഴങ്ങളും ഒക്കെ ആവശ്യത്തിനേക്കാൾ കൂടുതലായിരുന്നു. ഇന്നത്തെ കാലത്ത് സംഭവിക്കുന്നത് എന്താണ്? നമ്മൾ കേൾക്കുന്നു, ന്യൂസുകളിലൊക്കെ അല്ലെങ്കിൽ കേട്ടിട്ടുണ്ടാവും, കാണുന്നുണ്ടാവും, പല സാധനങ്ങളും പല സ്ഥലങ്ങളിലും വെള്ളം പോലും കിട്ടാത്ത അവസ്ഥയാണ്. ഒരുപാട് സ്ഥലങ്ങളുണ്ട്. നമ്മൾ വിചാരിക്കുന്നു നമുക്ക് നമ്മുടെ നാട്ടിൽ വെള്ളമുണ്ട്, ഇതേപോലെ എല്ലാവർക്കും വെള്ളമുണ്ട് എന്നുള്ളത്. വെള്ളം ഇല്ലാത്ത ഇത്ര സ്ഥലങ്ങളുണ്ട്, വെള്ളമില്ലാത്ത സ്ഥലങ്ങളുണ്ട്. ഭക്ഷണം പ്രോപ്പറായിട്ട്, ചെടികൾ അല്ലെങ്കിൽ പച്ചക്കറികളില്ലാത്ത, പഴങ്ങളും പച്ചക്കറികളും വളരാത്ത സ്ഥലങ്ങളുണ്ട്. അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളുള്ള സ്ഥലങ്ങളുണ്ട്. എന്തുകൊണ്ട്? കാര്യം ഭൂമിദേവി കനിഞ്ഞു കൊടുക്കുന്നില്ല. കാരണം എന്താണ്? നമുക്കറിയാം, ലോകത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന മോശമായിട്ടുള്ള കാര്യങ്ങൾ. മോശമായിട്ട് എത്ര കാര്യങ്ങളാണ് നടക്കുന്നത്? എല്ലാവിധ നിയമങ്ങളെയും തെറ്റിക്കുന്നു. ഗോഹത്യ, മൃഗങ്ങളെ കശാപ്പ് ചെയ്ത് നാവിന്റെ രുചിക്ക് വേണ്ടി എന്തും ചെയ്യുന്നു. അവിഹിതമായിട്ടുള്ള കാര്യങ്ങൾ നടക്കുന്നു ലോകം മുഴുവൻ. എല്ലാം തലതിരിഞ്ഞിട്ടാണ്. അങ്ങനെ വരുമ്പോൾ ശരിക്കും പറയുകയാണെങ്കിൽ ഭൂമി ദേവിയെ ചൂഷണം ചെയ്തുകൊണ്ട് പല കാര്യങ്ങളും ചെയ്ത് ഭൂമി ദേവിക്ക് വയ്യാതെയായി. അങ്ങനെയുള്ളൊരു രാജ്യത്ത്, അങ്ങനെയുള്ളൊരു സ്ഥലത്ത് എങ്ങനെ അനുഗ്രഹം ഉണ്ടാവും? അത് ശരിയാണ്. അതൊക്കെ നമുക്ക് ആർക്കും ഇതിനൊന്നും അറിയില്ല. എല്ലാവരും അഡ്വാൻസ്മെന്റ് എന്ന് പറഞ്ഞ് പുരോഗതി, ആധ്യാത്മിക പുരോഗതി അല്ല അവിടെ ഉദ്ദേശിക്കുന്നത്. ഭൗതിക തലത്തിൽ മെറ്റീരിയൽ, ഒരുപാട് പൈസ അല്ലെങ്കിൽ ഒരുപാട് വലിയ കെട്ടിടം കെട്ടുന്നു, അതിലൊക്കെയാണ് സക്സസ് എന്ന് വിചാരിക്കുന്നു. അതിന്റെ പുറകിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. ആരും ചിന്തിക്കുന്നില്ല, ആർക്കും അറിയില്ല ഇതൊന്നും. എന്നാൽ യുധിഷ്ഠിര മഹാരാജാവും പരീക്ഷിത് മഹാരാജാവും ഭരിക്കുന്ന കാലത്ത് അങ്ങനെയായിരുന്നില്ല. ഈവൻ നമ്മൾ ഓണത്തിന്റെ സമയത്ത് ബലി മഹാരാജാവിനെ കുറിച്ചും പറയും. അദ്ദേഹം ഭരിക്കുന്ന സമയത്തും ഒരു കുറവും ഉണ്ടായിരുന്നില്ല. കാര്യം ബലി മഹാരാജാവ് ഭക്തനാണ്, യുധിഷ്ഠിര മഹാരാജാവ് ഭക്തനാണ്, പരീക്ഷിത് മഹാരാജാവ് ഭക്തനാണ്. ഇതാണ് ഇവർക്ക് എല്ലാവർക്കും ഉള്ള കോമൺ ആയിട്ടുള്ള കാര്യം. ഇതിലാണ് കാര്യം ഇരിക്കുന്നത്. അവര് ഭക്തരായതുകൊണ്ട് നാച്ചുറലി എല്ലാ പ്രിൻസിപ്പിൾസും പ്രോപ്പറായിട്ട് ഫോളോ ചെയ്യുന്നു. ശാസ്ത്രത്തിൽ പറയുന്ന ആ നിയമങ്ങളെല്ലാം പാലിച്ചുകൊണ്ട് അവർ ഉത്തരവാദിത്വം എടുത്തുകൊണ്ട് അവര് എല്ലാവരെയും സംരക്ഷിക്കുന്നു, എല്ലാവർക്കും വേണ്ടിയിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കുന്നു. അതാണ് അവരുടെ സക്സസ്. അതുകൊണ്ട് അവർക്ക് അവർക്ക് നല്ല രീതിയിൽ രാജ്യം ഭരിക്കാൻ സാധിക്കുന്നു. അതനുസരിച്ചിട്ട് അവർക്ക് അവിടെയുള്ളവർക്ക് എല്ലാ പ്രജകൾക്കും അതനുസരിച്ച് അതിന്റെ ഗുണങ്ങളും കിട്ടുന്നു. അതാണ്. അപ്പോൾ ഇവിടെ ശിലപ്രഭാജി പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ഉള്ള ഒരു കാര്യം, അതായത് ഒരു രാജാവിന്റെ ഉത്തരവാദിത്തത്തെ കുറിച്ച് പറയുമ്പോൾ പറയുവാണ്, രാജാവിന്റെ റെസ്പോൺസിബിലിറ്റീസ് പറയുമ്പോൾ പറയുവാണ്, അതായത് അവരുടെ മുക്തി, അവിടെയുള്ള പ്രജകളുടെ മുക്തി എന്ന് പറയുന്നത് അതായത് ഭൗതികമായിട്ടുള്ള എല്ലാ അറ്റാച്ച്മെന്റ്സിൽ നിന്നും അവരെ മാറ്റി
അവരെ തിരിച്ച് ഭഗവാന്റെ അടുത്തേക്ക് എത്തിക്കാനുള്ള ഉത്തരവാദിത്വം കൂടെ അവർക്കുണ്ടെന്നാണ് പറയുന്നത്. അതാണ് ഇവിടെ വായിച്ചത് അല്ലെ. സോ അതിന്റെ അർത്ഥം രാജാവിന്റെ റെസ്പോൺസിബിലിറ്റി ആ ഒരു പൊസിഷൻ എടുത്തുകൊണ്ടാവുന്നില്ല. അതുകൊണ്ട് ഏത് ലീഡർഷിപ്പ് ആണെങ്കിലും ഇത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അത് രാജ്യം ഭരിക്കുന്ന രാജാവാവട്ടെ, പ്രൈം മിനിസ്റ്റർ ആവട്ടെ, ചീഫ് മിനിസ്റ്റർ ആവട്ടെ, പോട്ടെ നമ്മുടെ ടെമ്പിൾ പ്രസിഡന്റ് ആവട്ടെ, പ്രസ്ഥാനത്തിലെ ഒരു പ്രസിഡന്റ് ആവട്ടെ, നമ്മുടെ ഹരകൃഷ്ണ പ്രസ്ഥാനമാവട്ടെ, എന്താണെങ്കിലും ഏത് പ്രസ്ഥാനമാണെങ്കിലും അതിന്റെ ലീഡർഷിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യദ് യദ് ആചരതി ശ്രേഷ്ഠ തത് തത് ഏവേതരോ ജന അല്ലെ. ഭഗവത്ഗീത പറയുന്നു, എങ്ങനെയാണോ ലീഡർ അതനുസരിച്ചിട്ടായിരിക്കും പ്രജകൾ. നല്ല ലീഡർ ആണെങ്കിൽ അവരെ ഫോളോ ചെയ്തു കഴിഞ്ഞാൽ എല്ലാം നല്ലതായിരിക്കും അല്ലെ. അപ്പോൾ എല്ലാവരും ലീഡർമാരെ ഫോളോ ചെയ്യാൻ നോക്കുന്നു, അല്ലെങ്കിൽ ആ ഒരു പൊസിഷനിലുള്ളവരെ ഫോളോ ചെയ്യാൻ നോക്കുന്നു. ഇത് ഒരു ചെറിയൊരു കോർപ്പറേറ്റ് കമ്പനിയിൽ ഒരു ഓഫീസിലത്തെ കാര്യം എടുത്താൽ പോലും നമുക്ക് ആപ്ലിക്കബിൾ ആയിട്ടുള്ള ഒരു കാര്യമാണിത്. ലീഡർ നല്ലതാണെങ്കിൽ താഴെയുള്ളവരെല്ലാവരും കാര്യങ്ങളെല്ലാം പ്രോപ്പർ ആയിരിക്കും. ലീഡർ തലതിരിഞ്ഞതാണെങ്കിൽ അവിടെ എല്ലാം പ്രശ്നമാണ്. സോ ആ ഒരു പൊസിഷൻ ഏറ്റെടുക്കുന്ന ഒരു വ്യക്തി, ആ ഒരു പൊസിഷനിലേക്ക് വരുന്ന ഒരാൾക്ക് ഒരുപാട് ഉത്തരവാദിത്വമുണ്ട്. നമ്മൾ മറ്റുള്ളവർക്കൊരു എക്സാമ്പിൾ ആവണമെന്നുള്ളൊരു ബോധം അവർക്ക് വേണം. നമ്മൾ തെറ്റായിട്ട് എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ, തെറ്റായിട്ട് നമ്മൾ പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ തെറ്റായിട്ടുള്ള രീതിയിൽ നമ്മൾ ഇടപാടുകൾ ചെയ്യുന്നുണ്ടെങ്കിൽ ഇതെല്ലാം നോക്കിക്കാണുന്നു മറ്റുള്ളവര് എന്നുള്ളൊരു ബോധം വേണം. അതുകൊണ്ട് വളരെ നമ്മൾ വിചാരിക്കുന്ന പോലെ പൊസിഷൻ എടുത്താൽ മാത്രം പോരാ, പൊസിഷന് വേണ്ടി കരഞ്ഞാൽ മാത്രം പോരാ. അതനുസരിച്ച് നമ്മൾ മെച്ചുവർ ആയിട്ട് കാര്യങ്ങൾ ഡീൽ ചെയ്യാൻ പഠിക്കണം. കാര്യം ആളുകൾക്ക് പൊസിഷനോട് ഭയങ്കര ഇഷ്ടമാണ്. അത് ഏത് ചെറിയ പൊസിഷൻ ആണെങ്കിലും. കസേരയ്ക്ക് വേണ്ടി, കസേര എല്ലാവർക്കും ഇഷ്ടമാണ്. എന്നിട്ട് നമ്മുടെ ഇഷ്ടത്തിന് കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കില്ല. ശാസ്ത്രത്തിൽ പറയുന്ന അനുസരിച്ച് വളരെ റെസ്പോൺസിബിലിറ്റി ഉള്ള ഒരു കാര്യമാണ് ഇത്, ഈ ഒരു ലീഡർഷിപ്പ് എന്ന് പറയുന്നത്. സോ ഇതെല്ലാം വളരെ മെച്യൂർ ആയിട്ടുള്ള ആളുകൾക്കേ സാധിക്കുകയുള്ളൂ. അങ്ങനെയുള്ള ആളുകളുടെ കീഴിലുള്ളവരുടെ കാര്യം നോക്കുവാണെങ്കിൽ, ഒന്ന് അവർ ചെയ്യുന്ന ആ ഒരു കാര്യം, ഇപ്പോൾ അത് എന്ത് മാനേജ്മെന്റ് ആവട്ടെ, വലിയ രാജ്യമോ നമ്മൾ സംസ്ഥാനത്തെ കുറിച്ച് പറയുന്നില്ല, ചെറിയൊരു ഗ്രൂപ്പ് ആണെങ്കിലും അവരുടെ ലീഡർ ശരിയാണെങ്കിൽ, നല്ലൊരു ലീഡർ ആണെങ്കിൽ അവിടെ താഴെയുള്ളവർ എല്ലാവരും ഹാപ്പി ആയിരിക്കും. കാര്യം ആ ലീഡർ എല്ലാവരുടെയും ക്ഷേമം നോക്കുന്നു. എല്ലാവരെയും ഒരേപോലെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ആർക്ക് എന്താണോ കുറവുള്ളത്, ആർക്ക് എന്ത് സപ്പോർട്ടാണ് കൂടുതൽ വേണ്ടത്, അതനുസരിച്ച് അവരെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് മുന്നോട്ട് കൊണ്ടുവരുന്നു. ഞാൻ ഇപ്പോൾ ഇരിക്കുന്ന കമ്മ്യൂണിറ്റി ഞാനിപ്പോൾ അമേരിക്കയില് ഞാൻ പേര് പറയുന്നില്ല, അമേരിക്കയിലാണ് ഇപ്പോൾ ഇരിക്കുന്നത്. ഇപ്പോൾ ഒരാഴ്ച കൂടെ ഇവിടെ ഉണ്ടാവും. ഇവിടെ ഒരു ടെമ്പിളുമായിട്ട് കണക്റ്റഡ് ആയിട്ടുള്ള ഒരു കമ്മ്യൂണിറ്റിയിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. ഇവിടെ കുറച്ച് പ്രോഗ്രാംസ് ഒക്കെ അറ്റൻഡ് ചെയ്തു കഴിഞ്ഞ ദിവസങ്ങളിൽ. ആ സമയത്ത് ഇവിടുത്തെ ഒരു ലീഡർ, ഞാൻ എപ്പോഴും സ്ഥലവും പേരും പറയുന്നില്ല, കാര്യം ഇത് പബ്ലിക്കായിട്ട് പറയാം, അതായത് നല്ല കാര്യമാണ്, പക്ഷെ എന്നാലും പറയുന്നത് ചിലപ്പോൾ ശരിയാവില്ല. അതുകൊണ്ട് കാണണം, 3 ദിവസത്തെ വളരെ ഇന്റൻസ് ആയിട്ടുള്ള 6 മണിക്കൂർ ഹരികഥ 3 ദിവസം കണ്ടിന്യൂസ്ലി ഒരു റിട്രീറ്റ് ആയിരുന്നു. 2 വളരെ ഫേമസ് ആയിട്ടുള്ള നമ്മുടെ പ്രസ്ഥാനത്ത്, ഹരകൃഷ്ണ പ്രസ്ഥാനത്തിലെ ഫേമസ് ആയിട്ടുള്ള ചെറുപ്പക്കാരായിട്ടുള്ള 2 ഭക്തരാണ് ക്ലാസ്സുകൾ എടുക്കുന്നത്, മാറി മാറി. അത് ഓർഗനൈസ് ചെയ്യുന്ന ആളുകൾ, ഇവിടുത്തെ ടെമ്പിൾ പ്രസിഡന്റും മറ്റുള്ള സീനിയർ ആയിട്ടുള്ള ഡിവോട്ടീസും ഒക്കെ ആയിട്ടുള്ള ഇന്ററാക്ഷനും അവരുമായിട്ട് ഒരുപാട് നമുക്ക് പരിചയപ്പെടാനും സംസാരിക്കാനും ഇവിടെ കാര്യങ്ങളൊക്കെ കണ്ടറിയാൻ സാധിച്ചു. കാണണം ഒരുപാട് കാര്യങ്ങൾ. അപ്പോൾ ഇവിടുത്തെ ലീഡറിനെ കുറിച്ചൊന്ന് ഒരുപാട് കേട്ടു, വന്ന അന്ന് മുതൽ കേൾക്കുന്നതാണ്. അദ്ദേഹത്തിന്റെ ഒരു സ്കെഡ്യൂൾ ഞാൻ കേട്ടപ്പോൾ അത്ഭുതമായി. ഒരുപാട് വർഷങ്ങളായി ഇവിടെ,
10, 20, 15 വർഷത്തിന് മേലെ ഒന്നും ഉണ്ടായിരുന്നില്ല ഇവിടെ. ആരും ഉണ്ടായിരുന്നില്ല. അദ്ദേഹം കൾട്ടിവേറ്റ് ചെയ്ത ഈ ഒരു കമ്മ്യൂണിറ്റി വളർത്തി. അത് വെറുതെ ആളുകളെ കൊണ്ടുവരികയല്ല, ക്വാളിറ്റി. ആളുകളുടെ എണ്ണം കൂടിക്കൊണ്ട് ആവുന്നില്ല. ലീഡറിന് ക്വാളിറ്റി ഉള്ളത് കൊണ്ട് അദ്ദേഹത്തിന്റെ ഫോളോവേഴ്സ് അല്ലെങ്കിൽ ഇവിടെ ഈ കമ്മ്യൂണിറ്റിയിലുള്ള എല്ലാവരും അത്ഭുതമായിട്ട് തോന്നി. ഒരുപാട് കമ്മ്യൂണിറ്റീസ് നമ്മൾ കണ്ടിട്ടുണ്ട്. അത്ഭുതമായിട്ട് തോന്നി. എല്ലാവരും ഭക്തി വളരെ സീരിയസ് ആയിട്ട് എടുത്തവരാണ്. വളരെ സീരിയസ് ആയിട്ട് എടുത്തവര്. ഹരികഥ കേൾക്കാൻ, ഭാഗവതം കേൾക്കാൻ, ഭഗവാനെ കുറിച്ച് കേൾക്കാൻ എത്ര ഉത്സാഹമാണെന്നറിയോ ഇവിടെ. കുട്ടികൾ മുതൽ. അത്ഭുതമായി എനിക്ക്. ഞാനിത് പറയുന്നത് എന്റെ ഹൃദയത്തിൽ നിന്ന് പറയുവാണ്. കഴിഞ്ഞ 3 ദിവസം ഞാൻ എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള കാര്യം. ഞാൻ കുറെ ചെറിയ കുട്ടികളൊക്കെ മുമ്പിലിരിക്കുന്നു. അവരൊക്കെ ക്ലാസ്സുകളിൽ ശ്ലോകങ്ങൾ പറയുമ്പോൾ കുട്ടികൾക്കറിയാം ഭാഗവതത്തിൽ നിന്നും മറ്റുള്ള ശാസ്ത്രങ്ങളിൽ നിന്നുള്ള ശ്ലോകങ്ങളൊക്കെ ഒരുപാട് കുട്ടികളും ഒരുപാട് പഠിച്ചിട്ടുണ്ട്. അപ്പം ഞാൻ വിചാരിച്ചു എങ്ങനെ ഇതൊക്കെ സാധിക്കുന്നു ഇവിടെ. അതായത് ചെറിയ കുട്ടികൾ മുതൽ മുതിർന്ന ആളുകൾ വരെ ഒരേപോലെ ഭക്തിയെ സീരിയസ് ആയിട്ട് എടുത്ത് ഒന്ന് ആലോചിച്ച് നോക്കണം. നമ്മുടെ നാട്ടിൽ അല്ലെങ്കിൽ നമ്മുടെ കമ്മ്യൂണിറ്റി എടുക്കുവാണെങ്കിൽ നമ്മൾ കമ്പയർ ചെയ്യുന്നല്ല, പക്ഷെ ഞാൻ ആ ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു ലീഡർഷിപ്പ് കണ്ടുകൊണ്ട് പറയാണ്. ഇതെല്ലാം ഭഗവാന്റെ ഒരു നിയോഗപ്രകാരമാണ് ഈ ഒരു ശ്ലോകവും ഈ ഒരു തീമും എനിക്ക് ഇന്ന് ക്ലാസ് എടുക്കാൻ വേണ്ടി കിട്ടിയിട്ടുള്ളത്. ഇത് പറയാൻ വേണ്ടി പ്ലാൻ ചെയ്തതൊന്നുമല്ല, പക്ഷെ ഇതെല്ലാം നിയോഗപ്രകാരം നടന്നിട്ടുള്ളതാണ്. അപ്പോൾ ഒന്ന് അനലൈസ് ചെയ്തപ്പോൾ മനസ്സിലായി, അതേപോലെയാണ് ഈ ലീഡർ ആളുകളെ കെയർ ചെയ്യുന്നതും സപ്പോർട്ട് ചെയ്യുന്നതും ഈ ഭക്തിയിൽ സീരിയസ് ആവാൻ വേണ്ടിയിട്ടും. അല്ലെങ്കിൽ ഇത് വളരെ സീരിയസ് ആയിട്ടുള്ളൊരു അതേ തമാശയൊന്നുമില്ല, തമാശ കളിയല്ല. അതിന്റെ അർത്ഥം എൻജോയ്മെന്റ് ഇല്ല എന്നുള്ളതല്ല. സ്പിരിച്വൽ ലെവലിൽ എല്ലാം ഉണ്ട്. എല്ലാ ഫെസ്റ്റിവൽസും പ്രോഗ്രാംസും എല്ലാം കണ്ടക്ട് ചെയ്യുന്നു. പക്ഷെ എന്തുകൊണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ലീഡർ അദ്ദേഹം ശ്രവണത്തിനും കീർത്തനത്തിനും അതേപോലെ ജപത്തിനും ഒക്കെ ഒരുപാട് പ്രാധാന്യം കൊടുക്കുന്നു. അദ്ദേഹം അത് ചെയ്യുന്നു. ഇത്രയും ബിസി ആയിട്ടുള്ള സ്കെഡ്യൂളുള്ള വ്യക്തിയാണ്. അദ്ദേഹത്തിന്റെ ഒരു ദിനചര്യ കേട്ടു. അദ്ദേഹം ഏറ്റവും ആദ്യം അമ്പലത്തിൽ വരും, ഏറ്റവും അവസാനം പോകുന്ന ആളാണ്. എന്നാൽ റെസ്പോൺസിബിൾ ആയിട്ടുള്ള കോർപ്പറേറ്റിൽ ജോലിയുണ്ട്. PhD കഴിഞ്ഞ് പോസ്റ്റ് ഡോക്ടറേറ്റ് കഴിഞ്ഞ വ്യക്തിയാണ് ഇദ്ദേഹം. അതിനുശേഷം ഇദ്ദേഹം എല്ലാ ദിവസവും അമ്പലത്തിലെ ജോലികൾ കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് പേരെ ഭക്തർ സപ്പോർട്ട് ചെയ്യാനുണ്ട്, പക്ഷെ ഇദ്ദേഹമാണ് ലീഡ് ചെയ്യുന്നത്. യൂണിവേഴ്സിറ്റിയിൽ ക്ലാസ് എടുക്കാൻ പോകുന്നുണ്ട്. ആഴ്ചയിൽ 2 ദിവസം ഒരുപാട് സ്റ്റുഡൻസ് അവിടെ വരുന്നു. ഒരുപാട് ഭക്തിവൃക്ഷ 70-80 കിലോമീറ്റർ ദൂരെ ഭക്തിവൃക്ഷ ചെയ്യാൻ പോകുന്നു. ഇത് ഒരു വൈകുന്നേരത്തെ സ്കെഡ്യൂൾ, കാലത്ത് അമ്പലത്തിലെ കാര്യങ്ങൾ, ജോലിക്ക് പോകുന്നു, എല്ലാം എവറിത്തിങ്. പിന്നെ ഫെസ്റ്റിവൽ ആവുമ്പോൾ അതനുസരിച്ചിട്ട് റെസ്പോൺസിബിലിറ്റി കൊടുത്തപ്പോൾ കഴിഞ്ഞ 3 ദിവസം ഇവിടെ ലോങ് വീക്കെൻഡ് ആയിരുന്നു. അതുകൊണ്ട് ഫുൾ പ്രോഗ്രാം ആയിരുന്നു. 6 മണിക്കൂർ ഹരികഥ മാത്രം. 6 മണിക്കൂർ. ഇടയിൽ പ്രസാദത്തിന്റെ ബ്രേക്ക് ഒക്കെ ഉണ്ട്. പക്ഷെ ഒന്ന് ആലോചിച്ച് നോക്കൂ, 2-2.5 മണിക്കൂറിന്റെ സെഷൻസ് ആണ് ഓരോന്ന്. അപ്പോൾ എല്ലാവരും ആരും ഡിസ്ട്രാക്റ്റഡ് ആയിരുന്നില്ല. കുട്ടികൾ മുതൽ മുതിർന്ന ആളുകൾ വരെ വളരെ ശ്രദ്ധയോടുകൂടി കേട്ട് ഇരിക്കുന്നു. അപ്പോൾ ഇതെല്ലാം ഞാൻ കണ്ടു. അങ്ങനെയാണ് മനസ്സിലാവുന്നത് എങ്ങനെ ഇവർക്ക് ഈ ക്വാളിറ്റി കിട്ടി. കാര്യം യദ്യത് ആചരതി ശ്രേഷ്ഠ. അതിമനോഹരം. അമരേന്ദ്ര പ്രഭു, കോരംഗ ദർശൻ പ്രഭു, ഇവര് രണ്ടുപേരും മാറി മാറി ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുകയാണ്. 2 മണിക്കൂർ 2.5 മണിക്കൂർ വെച്ച് കണ്ടിന്യൂസ് 3 ദിവസം 18 മണിക്കൂറിന്റെ ഹരികഥ. അത്ഭുതം. അപ്പോൾ അവരുടെ പ്രസന്റേഷൻ എങ്ങനെയാണെന്ന് നമുക്കറിയാം. നമ്മുടെ ഹരകൃഷ്ണ പ്രസ്ഥാനത്തിലെ ഏറ്റവും ഇപ്പോഴത്തെ ആ ഒരു ചെറിയ യങ് ഗ്രൂപ്പിൽ വെച്ച്, ആ യങ് ശ്രീല പ്രഭുപാദിന്റെ ഗ്രാൻഡ് ഡിസൈപ്പിൾസിൽ വെച്ച് ലീഡ് ചെയ്യുന്ന, അല്ലെങ്കിൽ വളരെ എല്ലാവർക്കും സുപരിചിതമായിട്ടുള്ള 2 വ്യക്തികളാണ് അവര്. അതിമനോഹരമായിട്ട് ഹരികഥ ചെയ്യുന്നവരാണ്. വളരെ നല്ല രീതിയിൽ പ്രാക്ടീസ് ചെയ്യുന്നവരാണ്. പറയുന്നത് അവർ പ്രാക്ടീസ് ചെയ്യുന്നു, വെറുതെ പറയുന്നതല്ല. അങ്ങനെയുള്ള
അപ്പോൾ അപ്പോൾ ഓഡിയൻസും അതേപോലെയാണ്. അതാണ് നമ്മൾ ഭാഗവതം തുടങ്ങുന്ന അങ്ങനെ തന്നെയാണ് അല്ലെ. സൂതഗോസ്വാമിയും ശൗനകാദി ഋഷികളും. ശൗനകാദി ഋഷികൾ അവർ ക്വാളിഫൈഡ് ആയിട്ടുള്ള ആളുകളാണ്. അവർക്ക് ക്വാളിഫിക്കേഷൻ ഉണ്ട്. അതേപോലെ തന്നെ സൂതഗോസ്വാമിയെ കുറിച്ച് പറയേണ്ട ആവശ്യമില്ല. ആ ഒരു സെക്ഷനിൽ ആദ്യത്തെ അധ്യായങ്ങളിൽ ശിലപ്രഭാജി പറയുന്നുണ്ട്. അതായത് പറയുന്ന ആൾക്കും കേൾക്കുന്ന ആളുകൾക്കും ക്വാളിഫിക്കേഷൻ വേണമെന്നുള്ളത്. എന്നാലാണ് ആ വിനിമയം പ്രോപ്പർ ആവുള്ളൂ, മെസ്സേജ് അങ്ങോട്ട് പ്രോപ്പറായിട്ട് ട്രാൻസ്ഫർ ആവുള്ളൂ. ഇങ്ങോട്ട് ട്രാൻസ്ഫർ ആവുന്നു, ട്രാൻസ്ഫോർമേഷൻ സംഭവിക്കുന്നു, പരിവർത്തനങ്ങൾ ആളുകൾക്ക് വരുന്നതും. ആ ഒരു കാര്യം ഇവിടെ കാണാൻ സാധിച്ചു. ഒരുപാട് എൻ്റെ ഹൃദയത്തിൽ ഈ ഒരു കമ്മ്യൂണിറ്റി തന്നെ പതിഞ്ഞു. ഇതൊക്കെ കാരണം ഇതെല്ലാം പറയാൻ കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ ഒരു ശ്ലോകത്തിൽ പറയുന്നത് അതാണ്. യുധിഷ്ഠിര മഹാരാജാവ് അങ്ങനെയായിരുന്നു. അതുകൊണ്ട് അവിടെയുള്ള പ്രജകളെല്ലാവരും സന്തോഷമായിരുന്നു. എല്ലാ പ്രിൻസിപ്പിൾസും ഫോളോ ചെയ്യുന്നു. കാര്യം രാജാവ് ഫോളോ ചെയ്യുന്നു, പ്രജകൾ ഫോളോ ചെയ്യും. രാജാവ് ഭക്തരാണെങ്കിൽ തീർച്ചയായിട്ടും പ്രജകൾ ഭക്തരാവും. അല്ലെ? അതാണ്, അങ്ങനെയുള്ള ലീഡേഴ്സ് ആണ് നമുക്ക് വേണ്ടത് എല്ലാ മേഖലകളിലും. ഈവൻ ജോലി സ്ഥലത്താണെങ്കിലും ഏത് മേഖല എടുത്താലും ചെറിയൊരു ലീഡർഷിപ്പ് ആണെങ്കിൽ പോലും. അപ്പോൾ അത് എങ്ങനെ സാധിക്കുന്നു? ഒരേ ഒരു മാർഗമുള്ളൂ, ഭക്തി. ഭക്തരാണോ ലീഡേഴ്സ്, തീർച്ചയായിട്ടും താഴെയുള്ളവര് എല്ലാം ഭംഗിയായി നടക്കും. താഴെയുള്ളവരും അത് ഫോളോ ചെയ്യാനുള്ള ഒരു പ്രചോദനം അവർക്ക് ലഭിക്കുന്നു. അങ്ങനെ നല്ലൊരു ലീഡർ വരുമ്പോൾ ഓട്ടോമാറ്റിക്കലി എല്ലാം സ്മൂത്ത് ആവുന്നു. അല്ല, ഇങ്ങനെയുള്ള ലീഡേഴ്സ് ആണ് നമുക്ക് എല്ലാവർക്കും ആവശ്യം. ഈ ലോകത്തിൽ രാജ്യം ഭരിക്കാനാണെങ്കിലും അല്ലെങ്കിൽ എന്തിനാണെങ്കിലും, ഏത് പ്രസ്ഥാനമാണെങ്കിലും. ഇന്നത്തെ കാലത്ത് പ്രഭുജി പറയുന്നു, ഇവിടെ ഈ കലിയുഗത്തില് എല്ലാവരും ശൂദ്രരാണ്. ക്ഷത്രിയരുടെ പൊസിഷൻ ശൂദ്രർ എടുക്കുന്നു. ക്ഷത്രിയർ എന്ന് പറഞ്ഞാൽ അതിൻ്റെതായിട്ടുള്ള ക്വാളിറ്റീസ് വേണം അവർക്ക്. അതൊന്നും ഇല്ലാതെ എന്തെങ്കിലും ചെയ്യുന്ന ആൾക്കാര് ലീഡർഷിപ്പിൽ വന്നാൽ അവര് ചെയ്യുന്ന അനുസരിച്ച് ആളുകൾ അതുപോലെ തന്നെയായിരിക്കും. പ്രത്യേകിച്ച് ആർക്കും ഒരു ഗുണവും സംഭവിക്കുന്നില്ല. എന്നിട്ട് അവസാനം എന്ത് സംഭവിക്കുന്നു? അവിടെ ക്ഷാമം, ഇത് നടക്കുന്നില്ല, അവിടെ വെള്ളമില്ല, പച്ചക്കറിയില്ല, ഭക്ഷണമില്ല. ഇങ്ങനെ പല പ്രശ്നങ്ങളും നടന്നുകൊണ്ടിരിക്കുന്നു. പറഞ്ഞിട്ട് കാര്യമില്ല, ലോകം മുഴുവനും തലതിരിഞ്ഞ് നടക്കുന്ന ഒരു അവസ്ഥയാണ് ഇപ്പോൾ. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ള വലിയൊരു ചോദ്യമായിരിക്കും. നമുക്ക് ശിലപ്രഭാജി ചെയ്ത പോലെ ആ ഒരു ചേഞ്ചസ് കൊണ്ടുവരാൻ നമ്മളെ കൊണ്ട് സാധിച്ചില്ലെങ്കിൽ പോലും ചെറിയ രീതിയിൽ എന്തെങ്കിലും നമ്മളെ കൊണ്ട് സാധിക്കുന്നുണ്ടെങ്കിൽ വളരെ വലിയ കാര്യമാണ്. അപ്പൊ ആദ്യം നമ്മൾ ഫോളോ ചെയ്യുക, ശാസ്ത്രങ്ങൾ പറയുന്ന അനുസരിച്ച് ആധ്യാത്മിക ആ പാതയിൽ നമ്മൾ വന്നുകൊണ്ട് ഭക്തിയുത സേവനങ്ങൾ ചെയ്തുകൊണ്ട് നാമജപവും മറ്റുള്ള കാര്യങ്ങളും എല്ലാം, ഭക്തിയുത സേവനവും ഭാഗവത പഠനവും നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന നിത്യം ഭാഗവത സേവയാണ് നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു ഗ്രൂപ്പ് എനിക്കറിയാം. എല്ലാ ദിവസവും ഒരേപോലെ അതിമനോഹരം. ഭഗവാന്റെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാവും തീർച്ചയായിട്ടും. കാര്യം ചെയ്യുന്ന നിത്യം ഭാഗവത സേവയ ഭഗവതി ഉത്തമ ശ്ലോകെ ഭക്തിർ ഭവതി നൈഷ്ടകി. ഭാഗവതം നിത്യവും സേവനം ചെയ്യണം. ശൃണ്വതം സ്വകഥാ കൃഷ്ണ പുണ്യശ്രവണ കീർത്തന. ശ്രവണം മാത്രമല്ല, ശ്രവണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പൂർണ്ണമാവുന്നത് ശ്രവിക്കുന്ന കാര്യം, കേൾക്കുന്ന കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കി അത് നമ്മൾ ജീവിതത്തിൽ അത് പ്രയോഗിക്കുമ്പോൾ, അത് നമ്മൾ ഫോളോ ചെയ്യുമ്പോഴാണ് ശ്രവണം പൂർത്തിയാവുന്നുള്ളൂ. അപ്പോൾ ഇതെല്ലാം നമ്മൾ ചെയ്യുന്നതെല്ലാം, നമ്മൾ ഭാഗവതം പഠിക്കുന്നതും കേൾക്കുന്നതും ഒക്കെ ഭഗവാനിലേക്ക് കൂടുതൽ അടുക്കാൻ വേണ്ടിയിട്ടാണ്. അല്ലാതെ വേറെ ഒരു ഉദ്ദേശവും ഇല്ലല്ലോ. നമ്മുടെ ഉദ്ദേശം എന്താണ്? നമ്മുടെ ലക്ഷ്യം ഭഗവാനാണ്. കൃഷ്ണപ്രേമം, ശുദ്ധഭക്തി, അതാണ് നമ്മുടെ ലക്ഷ്യം. ആ ലക്ഷ്യത്തിലേക്ക് എത്താനുള്ള മാർഗങ്ങളാണ് നാമം, ഭാഗവത ശ്രവണം, അതേപോലെ തന്നെ സത്സംഗം. ഇതെല്ലാം നമ്മളെ സഹായിക്കുന്നു, അതിലേക്ക് എത്തിക്കുന്നു. അല്ലെങ്കിൽ ആ വഴിയിൽ നമ്മളെ കൈപിടിച്ച് മുന്നോട്ട് കൊണ്ടുപോകുന്നു അല്ലെ. അതുകൊണ്ട് ലക്ഷ്യം നമ്മൾ മറക്കാതിരിക്കുക. ഇതെല്ലാം ചെയ്യുന്നതിന് ഒരു ലക്ഷ്യമുണ്ട് എന്നുള്ളത് നമ്മൾ ഓർക്കുക. ലക്ഷ്യത്തെ മറന്നുകൊണ്ടോ ഇത് നമ്മൾ എന്നും കാലത്ത് പല്ല് തേക്കുന്നു, കുളിക്കുന്നു, ഭക്ഷണം കഴിക്കുന്നു, റുട്ടീനായി പോകുന്നു. നമ്മൾ കെയർ ചെയ്യുന്നില്ല. അതിപ്പോ നമ്മൾ ഓർത്തുകൊണ്ടോ എന്നും ഭക്ഷണം കഴിക്കണം കേട്ടോ എന്ന് പറഞ്ഞ് എഴുതി വെച്ച് നമ്മൾ ഒട്ടിച്ചു വെക്കുന്നില്ല. ഭക്ഷണം എന്നും കഴിക്കുന്നുണ്ട്. കാലത്ത് എഴുന്നേറ്റാൽ പല്ല് തേക്കും ഓട്ടോമാറ്റിക്കലി. കുടിക്കും ഓട്ടോമാറ്റിക്കലി കുളിക്കും അല്ലേ.
അതേപോലെ മെക്കാനിക്കലായി മാറാൻ പാടില്ല. അത് നമ്മൾ അറിഞ്ഞുകൊണ്ട്, നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ അറിഞ്ഞുകൊണ്ട്, അത് ആ ഒരു ഭാവത്തോടു കൂടി, അല്ലെങ്കിൽ ആ സീരിയസ്നെസ്സോടു കൂടി, ലക്ഷ്യത്തെ മറക്കാതെ എന്തിനു നമ്മൾ ചെയ്യുന്നു, അതുകൊണ്ട് എങ്ങനെയെങ്കിലും ചെയ്യുക എന്നുള്ളതല്ല, അത് നമ്മൾ പ്രോപ്പറായിട്ട് വേണ്ട രീതിയിൽ, വേണ്ട സീരിയസ്നെസ്സോടുകൂടി ചെയ്യുക എന്നുള്ളതാണ് ഇമ്പോർട്ടൻ്റ്. അങ്ങനെ ലക്ഷ്യത്തെ മറന്നുകൊണ്ടല്ല, ലക്ഷ്യത്തെ ഓർത്തുകൊണ്ട് നിശ്ചയദാർഢ്യത്തോടുകൂടി ശാസ്ത്രങ്ങളും ഗുരുജനങ്ങളും പറയുന്നതനുസരിച്ച് നമ്മൾ ഫോളോ ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ഓരോരുത്തരും ചെയ്യേണ്ടത്. അങ്ങനെ നമ്മൾ ഫോളോ ചെയ്യുക, മറ്റുള്ളവർക്ക് നല്ല എക്സാമ്പിൾസ് ആയി മാറാൻ നോക്കുക. പ്രചരണം എന്ന് പറയുന്നത് ഇതുപോലെ വ്യാസാസ്ത്രത്തിൽ ഇരുന്നു കൊണ്ട് ഭാഗവതം ക്ലാസ് എടുത്തുകൊണ്ട് അത് മാത്രമല്ല പ്രചരണം. നമ്മുടെ ആചരണം കൊണ്ട്, നമ്മുടെ സ്വഭാവം കൊണ്ട് നമ്മൾ മറ്റുള്ളവരുടെ മുമ്പിൽ ഒരു ഉദാഹരണമാവുമെങ്കിൽ അത് ഒന്നും പറയേണ്ട ആവശ്യമില്ല. ആ വ്യക്തിയെ കാണുമ്പോൾ, ആ വ്യക്തിയുടെ ഇടപാടുകൾ കാണുമ്പോൾ, ക്വാളിറ്റീസ് കാണുമ്പോൾ ഓട്ടോമാറ്റിക്കലി ആളുകൾക്ക് ഒരു ആകർഷണം തോന്നും. അതാണ് ഭക്തിയുടെ ശക്തി. ഇപ്പൊ നല്ല ഭക്തരായി മാറിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവരെ അട്രാക്റ്റഡ് ആയി പോകും. മറ്റുള്ളവർക്ക് ഒരു അട്രാക്ഷൻ തോന്നും അവരോട്. സോ അതിനാദ്യം നമ്മൾ പ്രോപ്പർലി ഫോളോ ചെയ്യുക എന്നുള്ളതാണ് നോക്കേണ്ടത്. ബാക്കി പറ്റുന്ന രീതിയിൽ മറ്റുള്ളവരെ സഹായിക്കുവാനും പറഞ്ഞു കൊടുക്കുവാനൊക്കെ നമുക്ക് ശ്രമിക്കുകയും ചെയ്യാം. അങ്ങനെ നമ്മളെല്ലാവരും മറ്റുള്ളവരുടെ മുമ്പിൽ മറ്റുള്ളവർക്ക് നല്ലൊരു എക്സാമ്പിൾ ആവട്ടെ എന്നുള്ളതാണ്. യുധിഷ്ഠിര മഹാരാജാവ് എങ്ങനെയായിരുന്നു, അതേപോലെ നമ്മളെല്ലാവരും നമ്മുടെ ഒരു മേഖലയിൽ, ഒരുപക്ഷെ യുധിഷ്ഠിര മഹാരാജാവിനെ പോലെയോ പരീക്ഷിത് മഹാരാജാവിന്റെ ലെവലിൽ നമ്മൾ ഉണ്ടാവില്ല. അവര് രാജാവ് ചക്രവർത്തികളായിരുന്നു. നമ്മൾ പറയുന്ന നമ്മുടെ ചെറിയ 2-3 ആളുകളായിരിക്കും നമ്മുടെ കീഴിൽ നിന്ന് ഉദ്ദേശിക്കുന്നത്. നമ്മുടെ ഫാമിലി മാത്രം എടുക്കുകയാണെങ്കിലും, അല്ലെങ്കിൽ നമ്മുടെ ഗ്രൂപ്പ് മാത്രം എടുക്കുകയാണെങ്കിലും, ഭക്തൃകക്ഷിയാണെങ്കിലും, ടെമ്പിൾ ആണെങ്കിലും, എന്തെങ്കിലും ആവട്ടെ, അത് ചെറിയ സർക്കിൾ ആവട്ടെ, വലിയ സർക്കിൾ ആവട്ടെ, നോ പ്രോബ്ലം. എവിടെയാണോ നമ്മൾ ശാസ്ത്രവിരുദ്ധമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാതിരിക്കുക, ശാസ്ത്രങ്ങളിൽ പറയുന്ന ആചാര്യന്മാര് പറഞ്ഞു തന്നിട്ടുള്ളത് അതേപോലെ, ശ്രീല പ്രഭുപാദ് പറയുന്ന കാര്യങ്ങൾ അതേപോലെ അനുസരിച്ച് മുന്നോട്ട് പോകാൻ ശ്രമിക്കുക. ഇതാണ് നമ്മൾ ചെയ്യേണ്ടത്. നമ്മുടെ ഭാഗത്തുനിന്ന് ആത്മാർത്ഥപരമായിട്ട് അതിനുവേണ്ടി എഫേർട്ട് എടുക്കുക. അപ്പൊ നമ്മുടെ ഇന്റൻഷൻ കാണുമ്പോൾ ഭഗവാൻ അനുഗ്രഹിക്കും. തീർച്ചയായിട്ടും ഭഗവാന്റെ അനുഗ്രഹം ഓൾറെഡി ഉണ്ട്. ഭഗവാൻ അല്ലെങ്കിലും അനുഗ്രഹിക്കും. ഭഗവാന്റെ അനുഗ്രഹമുണ്ട്. പക്ഷെ ഭഗവാൻ ഒരുപാട് സന്തോഷത്തോടു കൂടി നമ്മളെ സഹായിക്കും എല്ലാത്തിനും, നമ്മുടെ ഇന്റൻഷൻ പ്രോപ്പർ ആണെങ്കിൽ. അതിന് നമുക്ക് സ്ഥാനം, മാനവും, പേരും, പ്രശസ്തിയും ഒന്നുമല്ല ആവശ്യം. ഇതൊന്നും ഭഗവാനെ അട്രാക്ട് ചെയ്യാൻ പോകുന്നില്ല. അത് ഓർക്കണം നമ്മളെപ്പോഴും. സ്ഥാനമാനങ്ങളൊന്നും ഒരു കാര്യമില്ല. മരിച്ചു കഴിഞ്ഞാൽ സ്ഥാനം കഴിഞ്ഞു. എന്ത് പൊസിഷനാണ്? നമ്മൾ അമേരിക്കൻ പ്രസിഡന്റ് ആണെന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? അത് മരിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ആ പ്രസിഡന്റിന്റെ സ്ഥാനം പോയി കഴിഞ്ഞാൽ കഴിഞ്ഞു. അല്ലെങ്കിൽ മരിച്ചു കഴിഞ്ഞാൽ പിന്നെ എന്താണ് വാല്യൂ ഉള്ളത്? ഒരു വാല്യൂ ഇല്ല. അത്രയേ ഉള്ളൂ. എല്ലാം ഇവിടെയുള്ള പൂജാലാഭ പ്രതിഷ്ഠ എന്നൊക്കെ പറയുന്നത് താൽക്കാലികമായിട്ടുള്ള കാര്യങ്ങളാണ്. അതുകൊണ്ട് ഇതൊന്നും ആയിരിക്കരുത് ഒരു ലീഡറിന്റെ ഉദ്ദേശം. ലീഡർ ജെന്യുവിൻലി മറ്റുള്ളവരോട് ഒരു കാരുണ്യം തോന്നിക്കൊണ്ട് അങ്ങനെ അവരെ സഹായിക്കാൻ വേണ്ടിയിട്ടുള്ള സേവന മനോഭാവത്തോടു കൂടി ചെയ്യുന്ന ഒരു വ്യക്തിയായിരിക്കണം. അതാണ് ഐഡിയൽ ആയിട്ടുള്ള ലീഡേഴ്സ്. അതിന് ഏറ്റവും നല്ല ഉദാഹരണമാണ് യുധിഷ്ഠിര മഹാരാജാവ്. അപ്പോൾ ഈ ഒരു ശ്ലോകത്തിൽ നിന്ന് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ഇനിയും നമുക്ക് ചർച്ച ചെയ്യാൻ സാധിക്കുമായിരിക്കും. പക്ഷേ നമ്മളിവിടെ നിർത്തുന്നു. യുധിഷ്ഠിര മഹാരാജാവിനും പരീക്ഷിത് മഹാരാജാവിനെ പോലെ എല്ലാ ക്വാളിറ്റീസും ഉള്ള ലീഡേഴ്സായി മാറാൻ നമുക്കും സാധിക്കട്ടെ. ആദ്യം നമ്മൾ ഫോളോ ചെയ്താലാണ് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാൻ സാധിക്കുള്ളൂ. അപ്പോൾ അത് ആദ്യം നമ്മൾ ഫോളോ ചെയ്യാൻ നോക്കുക. എന്നിട്ട് പറ്റുന്ന പോലെ മറ്റുള്ളവരിലേക്ക് എത്തിക്കുവാനും നമുക്ക് നോക്കാം. ഓക്കെ, അത് പറഞ്ഞുകൊണ്ട് ശ്രീല പ്രഭുപാദിയുടെ ഭക്തിവേദാന്ത പർപോർട്സ് പ്രഥമ സ്കന്ധം അധ്യായം 9 ഭീഷ്മസ്തുതി വരുന്ന ഭീഷ്മ പിതാമഹന്റെ വിയോഗത്തെ കുറിച്ച് പറയുന്ന ഈ ഒരു അധ്യായം ഇവിടെ പൂർണ്ണമാവുന്നു. എല്ലാവരോടും നന്ദി പറയുന്നു. ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാം 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 ഹരേ ഹരേ. श्रील प्रभुपाद की जय, ग्रंथराज श्रीमद् भागवतम की जय, श्रील गुरुदेव की जय, शचीनंदन श्री गौर हरि की जय, श्री वृंदावन धाम की जय,
ജയ ജയ ശ്രീ രാധേശ. ഹരേ കൃഷ്ണ. താങ്ക് യു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. താങ്ക് യു പ്രഭു. ഡിവോട്ടീസിന് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ദയവായി ചോദിക്കുക. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭുജി. ഹരേ കൃഷ്ണ. യെസ്, ഹരേ കൃഷ്ണ. പ്രഭുജി, എനിക്ക് ഒന്ന് രണ്ട് സംശയമുണ്ട്. പ്രഭു പറഞ്ഞ ലീഡർഷിപ്പ്, പ്രഭു കണ്ടതായ കാര്യങ്ങൾ പറഞ്ഞ വളരെ സന്തോഷം തോന്നി പ്രഭു. ഒപ്പം കുറച്ച് ദുഃഖവും തോന്നി. അത് ഈ പ്ലാറ്റ്ഫോമിൽ ചോദിക്കാൻ പറ്റാത്ത കുറേ സംശയങ്ങളാണ്. അത് ഞാൻ ഇനിയൊരു ദിവസം, അത് കുറച്ച് നീണ്ടതുമാണ്, അത് ഇനിയൊരു ദിവസം. അടുത്ത് എനിക്കുള്ളൊരു സംശയം നമ്മുടെ ഈ പാണ്ഡവരെയും കൗരവരെയും സംബന്ധിച്ചുള്ള ഒരു സംശയം. അതായത് പാണ്ഡവർ ദേവന്മാരുടെ അംശാവതാരങ്ങൾ, ദുര്യോധനും ശകുനിയും ദോപരന്മാരുടെ അംശാവതാരങ്ങളും ആണെന്നും വ്യാസൻ പറഞ്ഞിട്ടുണ്ട്. ധൃതരാഷ്ട്ര എന്നു പേരുള്ള ധീരനായ ഗന്ധർവ രാജാവ് തന്നെയാണ് ധൃതരാഷ്ട്ര രാജാവായി കുരുവംശത്തിൽ പിറന്നത്. ധർമ്മരാജാവിന്റെ അംശാവതാരങ്ങളാണ് യുധിഷ്ഠിരനും വിതുരനും. രാക്ഷസന്മാർ ജന്മമെടുത്തതാണ് ദുശാസനനും സഹോദരന്മാരും. വായുവാണ് ഭീമൻ. അർജുനനും കൃഷ്ണനും നരനാരായണന്മാർ, നകുല സഹദേവന്മാർ, അശ്വിനി കുമാരന്മാർ. സൂര്യന്റെ അംശാവതാരമാണ് കർണൻ. ഇങ്ങനെ പറയുന്നുണ്ട് പ്രഭു. ഇതിൽ എനിക്കുള്ള സംശയം ഈ അർജുനനും കൃഷ്ണനും നരനാരായണനും, അതായത് ഞാൻ ഏതിലോ വായിച്ചിട്ടുണ്ട് പ്രഭു, ബദരിയിൽ നിന്ന് രണ്ടുപേരും തപസ് ചെയ്തിട്ട് നേരെ ഇവിടെ ജന്മം എടുക്കാൻ വന്നു എന്ന് ഞാൻ വായിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ അർജുനനും, പിന്നെ ഭാഗവതത്തിലും നരനാരായണന്മാർ ജന്മമെടുത്ത ഏതോ ഒരു ഇതിലും പറയുന്നുണ്ടല്ലോ. പിന്നെ ഇതിനൊക്കെ പുറമെ അർജുനൻ ഇങ്ങനെ ദേവേന്ദ്രന്റെ പുത്രൻ ആണെന്നും പറയുന്നുണ്ട്. അപ്പോൾ അതെനിക്കൊരു സംശയം പ്രഭു. ഈ അർജുനനും കൃഷ്ണനും നരനാരായണന്മാർ, അർജുനൻ എങ്ങനെ അത് നരനാരായണന്റെ ഇതിൽ വരുന്നു? ആ ഒരു സംശയമാണ് പ്രഭു. ഹരേ കൃഷ്ണ. അതെ, നരനാരായണൻ കേട്ടിട്ടുണ്ട് നമ്മൾ. കൃഷ്ണനും അർജുനനുമാണ് എന്നുള്ളത്. പല കൽപ്പത്തിൽ പല യുഗത്തിൽ ലീലകൾ നടക്കുന്നുണ്ട്. ഇതൊരു പ്രാവശ്യം മാത്രമല്ല നടന്നിട്ടുള്ളത്, അല്ലെ? പല രീതിയിലും പല കൽപ്പത്തിലും ചെറിയ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാവും. അപ്പൊ നമ്മൾ രണ്ടും കേൾക്കുന്നുണ്ട്, രണ്ടും നമുക്ക് അക്സെപ്റ്റ് ചെയ്യാവുന്ന കാര്യമാണ്. പിന്നെ ഈ ഒരു കാലഘട്ടം നമുക്ക് നോക്കണം. ഏത് കാലഘട്ടത്തിലാണ് നരനാരായണ ഋഷിയുടെ ലീല വരുന്നത്? എപ്പോഴാണ്? ഇപ്പോൾ നമുക്കൊരു ഇപ്പോൾ ഇന്ദ്രന്റെ പുത്രനായിട്ട് കുന്തി ദേവിക്ക് ഉണ്ടാവുന്നു അർജുനൻ. ഇതെല്ലാം നമ്മൾ അങ്ങനെ നോക്കി കാണണം. കാര്യം ഇതേപോലെ ഒരുപാട് ഡീറ്റെയിൽസ് ഉണ്ടാവും. ശാസ്ത്രം എന്ന് പറയുന്നത്, ഭാഗവതം എന്ന് പറയുന്നത്, വ്യാസദേവൻ അത് കമ്പൈൽ ചെയ്തു, ശരിയാണ്. 5000 വർഷം മുമ്പ് അദ്ദേഹം കമ്പൈൽ ചെയ്തിട്ടുള്ളതാണ് ഇപ്പോൾ നമ്മൾ വായിക്കുന്ന ഭാഗവതം. ഇതിനു മുമ്പും ഭാഗവതം ഉണ്ടായിരുന്നു, ഭാഗവതം ഇല്ലാത്തതല്ല, അല്ലെ? അപ്പോൾ അതുകൊണ്ട് ഇവൻ ഭാഗവതത്തിൽ തന്നെ പല സ്ഥലങ്ങളിലും, ഏത് വരാഹ അവതാരത്തെ കുറിച്ച് പറയുമ്പോഴാണ് തോന്നുന്നു 2 കൽപ്പത്തിലെ അവതാരങ്ങളെ കുറിച്ച് പറയുന്നുണ്ട് അവിടെ. അങ്ങനെ പല സ്ഥലങ്ങളിലും അങ്ങനെ നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ നമ്മൾ കേട്ടിട്ടുള്ളത് ഓത്തന്റിക് ആയിട്ടുള്ള സോഴ്സ് നിന്നാണെങ്കിൽ അക്സെപ്റ്റ് ചെയ്യുക. അതിന്റെ റിലേഷൻ എല്ലാം നമ്മൾ കണ്ടുപിടിക്കാൻ നോക്കി നിന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് സാധിക്കില്ല. അതുകൊണ്ട് നമുക്ക് വ്യാസദേവൻ എന്താണ് പറയുന്നത് ഫോളോ ചെയ്യുക, മനസ്സിലാക്കുക. അപ്പോൾ അതിൽ എന്തെങ്കിലും ഒരു ചെറിയൊരു വ്യത്യാസം നമുക്ക് തോന്നുന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം വ്യാസദേവൻ ചിലപ്പോൾ 2 കൽപ്പത്തിലെ കാര്യങ്ങൾ ഒരുമിച്ചായിരിക്കും പറയുന്നുണ്ടാവുന്നത്. അതുകൊണ്ട് അദ്ദേഹത്തിന് ക്ലാരിറ്റി ഉണ്ടാവും, നമുക്കത് കൺഫ്യൂഷൻ വരേണ്ട ആവശ്യമില്ല. ഓക്കെ, ഹരേ കൃഷ്ണ. മനസ്സിലായി പ്രഭു. ഇതുപോലെ ഒരുപാട് ക്യാരക്ടേഴ്സ് ഇതുപോലെ നമുക്ക് ഇപ്പൊ ചില വ്യത്യാസങ്ങളും ചില അങ്ങോട്ടും ഇങ്ങോട്ടും വ്യത്യാസങ്ങളൊക്കെ വരാം. അങ്ങോട്ടും ഇങ്ങോട്ടും ചേഞ്ചസ് ഉണ്ടാവും ലീലകളിലൊക്കെ. ക്യാരക്ടേഴ്സിൽ വ്യത്യാസം ഉണ്ടാവും, പല രീതികളിലും വ്യത്യാസം ഉണ്ടാവും, പല കാര്യങ്ങളും ചെറിയ ചേഞ്ചസ് ഉണ്ടാവും. ഒരുപക്ഷെ അത് ഒരുമിച്ച് പറയാം. അപ്പോൾ നമ്മൾ ആക്ച്വലി ഇങ്ങനത്തെ കാര്യങ്ങൾ കേൾക്കുമ്പോൾ അക്സെപ്റ്റ് ചെയ്യുക, മുന്നോട്ട് പോവുക. നമ്മൾ അതിൽ പ്രോപ്പർ ആയിട്ടുള്ള സോഴ്സ് നിന്നാണെങ്കിൽ. അതാണ് സോഴ്സ്. ഇപ്പൊ ഇത് തന്നെ പലപ്പോഴും നമ്മൾ വേറെ രീതിയിലും വരും. അതായത് ഊഹാപോഹത്തിന്റെ പുറകിൽ പലതും വരുന്നുണ്ടാവും. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അക്സെപ്റ്റ് ചെയ്യാൻ സാധിക്കില്ല. വ്യാസദേവൻ പറഞ്ഞിട്ടുള്ളതാണെങ്കിൽ ഓക്കെ, വി വിൽ അക്സെപ്റ്റ്. അതാണ് സംശയം വന്നത്. ഭാഗവതത്തിൽ നരനാരായണന്മാരെ ജനിക്കുന്ന ഭാഗം പറയുന്നുണ്ട്, അതുകൊണ്ട് ആ സംശയം വന്നു പ്രഭുജി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭുജി. ഹരേ കൃഷ്ണ പ്രഭുജി, ഒരു ഡൗട്ട് ഉള്ളത്. ഹരേ കൃഷ്ണ. അത് ഡൗട്ടല്ല പ്രഭുജി, എനിക്ക് ജീവിതത്തിൽ വന്ന ഒരു അനുഭവമാണ്. ഇപ്പൊ ലീഡർഷിപ്പിന്റെ കാര്യം പറഞ്ഞുകൊണ്ട് ഞാൻ പറയുകയാണ്.
ഞാൻ മാംഗ്ലൂർ സ്കൂളിൽ ഉണ്ടായിരുന്നു. ഏകദേശം 4 വർഷമായിട്ട് ഞാൻ അവിടുത്തെ ഭാഗവതം ക്ലാസ് അറ്റൻഡ് ചെയ്തുകൊണ്ടിരുന്ന ആളാണ്. അപ്പം ഞാനിപ്പോൾ ഈ സൺഡേ ഞാനൊരു ക്ലാസ് തുടങ്ങി ഓൺലൈനായിട്ട്. അതിൽ മലയാളം, ഞാൻ തുളു ബ്രാഹ്മിൻസ് ആണ്. തുളുക്കാരും എന്നോട് ചോദിച്ചു, ഞാൻ കുഞ്ഞുങ്ങളുടെ ക്ലാസ് തുടങ്ങിയപ്പോൾ അവരും ചോദിച്ചു എന്നോട് എടുക്കുന്നുണ്ടെങ്കിൽ ഞങ്ങളൊക്കെ ചേരാം. അങ്ങനെ ഞാനൊരു ഓൺലൈൻ ക്ലാസ് ഈ കഴിഞ്ഞ ഞായറാഴ്ച തുടങ്ങി. അപ്പോൾ എന്നെ അവിടെ നിന്ന് വിളിച്ചു പറഞ്ഞു ഇങ്ങനെ ചെയ്യരുത്, അവിടെ ഗുരു അത് ഇതാക്കുന്നില്ല, അതുകൊണ്ട് ചെയ്യരുത്. അപ്പൊ എനിക്ക് വന്നൊരു ഡൗട്ടാണ് പ്രഭു, ഞാൻ ആരെയും കുറ്റം പറയുന്നതല്ല. ഭഗവാൻ തന്നെ പറഞ്ഞിട്ടുണ്ട്, ഭഗവാനെ പറ്റി മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുന്ന അവരെയാണ് ഭഗവാനെ ഏറ്റവും ഇഷ്ടം. അത് മാത്രമല്ല ഞാൻ ബ്രാഹ്മണൻ ആയതുകൊണ്ട് തന്നെ എന്റെ ധർമ്മം എന്ന് പറയുന്നത് അത് തന്നെയാണല്ലോ പ്രഭുജി. ഇപ്പൊ ഞാൻ കർമ്മം കൊണ്ടും ഞാനിപ്പോ ബ്രാഹ്മണൻ തന്നെയാണ്. ഞാനിപ്പോ ഒന്നും യൂസ് ചെയ്യാറില്ല. ആവുന്നത്ര ഞാൻ ഗീത ഫോളോ ചെയ്യുന്ന ആളാണ്, ഭഗവാന്റെ കാര്യങ്ങൾ ഫോളോ ചെയ്യുന്ന ആളാണ്. അപ്പൊ എന്നെ ഇപ്പൊ മാറ്റി. ഇപ്പൊ ഞായറാഴ്ച ഞാൻ അറ്റൻഡ് ചെയ്തു. ഇപ്പൊ 2 ദിവസമായിട്ട് ഞാൻ ഉരുകിക്കൊണ്ടിരിക്കുകയാണ് പ്രഭുജി. അതിന്റെ വേദന എനിക്ക് മാത്രമേ അറിയുള്ളൂ. അപ്പൊ അതെന്തുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത് അവരെന്നുള്ളത് എനിക്ക് മനസ്സിലാവുന്നില്ല. അവര് പറയുന്നത് ഞങ്ങളുടെ സ്റ്റുഡൻസ് അങ്ങോട്ട്, ഞാൻ ദിവസവും ഒരു ക്ലാസ്സാണ് ഞാൻ വെക്കുന്നത്. ജസ്റ്റ് ഒരു ക്ലാസ് ഞാൻ തുടങ്ങിയേ ഉള്ളൂ. കണ്ടേമ അവര് പല സർട്ടിഫിക്കറ്റ് കോഴ്സ് ഒക്കെ ചെയ്യുന്നുണ്ട്, അതൊന്നും ഞാൻ ചെയ്യുന്നില്ല. നമ്മള് വ്യവസായം, നമ്മളിവിടെ ഒരു ബിസിനസ് അല്ലല്ലോ പ്രൊവൈഡ് ചെയ്യുന്നത്. എനിക്കറിയാവുന്ന കാര്യങ്ങൾ കൊണ്ട് മറ്റുള്ളവരെ കൊണ്ട് ഞാൻ ഇതിലോട്ട് വരുത്തിക്കുകയാണ്. ഭഗവാന്റെ കാര്യമാണ് ഞാൻ ചെയ്യുന്നത്. അപ്പൊ ഞാൻ ചെയ്ത തെറ്റെന്താണെന്നുള്ളത് എനിക്ക് ഇനിയും മനസ്സിലായിട്ടില്ല പ്രവൃത്തി. ഞാനിപ്പോ കുറ്റം പറയുന്നതല്ല, ആരും ഞാൻ കുറ്റം പറയും. നമ്മൾ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പിന്നെ ഭഗവാനെ മനസ്സിലാക്കി എന്ന് പറയുന്നത് അതിൽ അർത്ഥമില്ലല്ലോ, ഞാനും മായപ്പെട്ടു പോകുന്നല്ലേ. ഞാൻ കുറ്റം പറയാം, എന്റെ സങ്കടം ഞാൻ പറയുകയാണ്. ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടായി പ്രഭുജി എനിക്ക്. ഹരേ കൃഷ്ണ. അപ്പൊ എന്റെ തെറ്റെന്താണെന്ന് പറഞ്ഞുതരാമോ പ്രഭുജിക്ക്? ഹരേ കൃഷ്ണ. എനിക്കതിന്റെ മുഴുവനും ഡീറ്റെയിൽസ് അറിയാത്തത് കൊണ്ട് ആക്ച്വലി എനിക്കതിനെ കുറിച്ച് പറയാൻ സാധിക്കില്ല. എന്താണെങ്കിലും നമ്മൾ നമ്മുടെ സുപ്പീരിയർ സീനിയേഴ്സും അതിന്റെ ലീഡേഴ്സും ഒക്കെ എപ്പോഴും നമ്മൾ ആ ഒരു പൊസിഷന് നമ്മൾ വാല്യൂ കൊടുക്കണം. തീർച്ചയായിട്ടും അത് ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മുടേതായിട്ടുള്ള ഡിസിഷൻസോ നമ്മുടേതായിട്ടുള്ള കാര്യങ്ങളോ ഒരു പക്ഷേ വിത്തൗട്ട് പ്രോപ്പർ പെർമിഷൻ അല്ലെങ്കിൽ ആ ഒരു പ്രോപ്പർ കൺസൾട്ടേഷൻ ഇല്ലാതെ നമ്മൾ ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ് എനിക്ക് കിട്ടിയിട്ടുള്ള ഇൻസ്ട്രക്ഷൻ എൻ്റെ സീനിയേഴ്സിൽ നിന്ന്. സോ അതുകൊണ്ട് എനിക്കറിയില്ല, ഇതിന്റെ മുഴുവനും A to Z കാര്യങ്ങൾ അറിയാത്തതുകൊണ്ട് എനിക്ക് കമന്റ് ചെയ്യാൻ സാധിക്കില്ല, എന്നോട് ക്ഷമിക്കണം. എന്നാലും ജനറൽ ആയിട്ടുള്ള പ്രിൻസിപ്പിൾ ആണ് പറഞ്ഞത്. ജനറൽ ആയിട്ടുള്ള പ്രിൻസിപ്പിൾ നമ്മൾ എപ്പോഴും നമ്മുടെ സീനിയേഴ്സും നമ്മുടെ ആ പൊസിഷനിലുള്ള ആളുകൾക്ക് അതിൻ്റെതായിട്ടുള്ള ബഹുമാനവും പ്രോപ്പർ ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷനും അത്യാവശ്യമാണ്. ഈ ഒരു സാഹചര്യത്തിൽ എന്ത് നടന്നു എന്നുള്ളത് എനിക്ക് പറയാൻ സാധിക്കില്ല. ജനറൽ ആയിട്ടുള്ള പ്രിൻസിപ്പിൾ ആണ് നമ്മൾ ഫോളോ ചെയ്യുന്നത്. നമ്മൾ കേട്ടില്ല, ഗുരുവിനെ എങ്ങനെയാണ് ശിഷ്യർ ഫോളോ ചെയ്യുന്നത്, അല്ലെങ്കിൽ രാജാവിനെ എങ്ങനെയാണ് പ്രജകൾ ഫോളോ ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു പൊസിഷനും റിലേഷനും ഒക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ ആ റെസ്പെക്റ്റും പൊസിഷന് റെസ്പെക്ട്, അത് ആളുകൾ എങ്ങനെയാണോ എന്നുള്ളത് വേറെ, ആ പൊസിഷന് ഒരു വാല്യൂ ഉണ്ട്. ആ വ്യക്തി എങ്ങനെയെങ്കിലും ആണോ എന്നുള്ളതല്ല നമ്മൾ പറയുന്നത്. അങ്ങനെ ഒരു പൊസിഷനിൽ ഇരിക്കുകയാണെങ്കിൽ അതിന് വാല്യൂ ഉണ്ട് തീർച്ചയായിട്ടും. സോ അതനുസരിച്ചിട്ട് കാര്യങ്ങൾ നമുക്ക് പറ്റുന്ന രീതിയിൽ നമ്മൾ ചെയ്യാൻ നോക്കണം എന്നുള്ളത് ആ ഒരു പ്രിൻസിപ്പിളാണ്. അത് ഫോളോ ചെയ്യുക എന്നുള്ളതാണ്. ഈ ഒരു സിറ്റുവേഷന്റെ ഒരു സൊല്യൂഷൻ എൻ്റെ കയ്യിലില്ല, അല്ലെങ്കിൽ അതിനെക്കുറിച്ച് എനിക്ക് ഒരു കമന്റ് പറയാനും സാധിക്കില്ല. ജനറൽ ആയിട്ടുള്ള പ്രിൻസിപ്പിൾ പറഞ്ഞു എന്ന് മാത്രം. ഓക്കെ, താങ്ക് യു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭുജി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഓക്കെ, വേറെ ഒന്നുമില്ലെങ്കിൽ Thank you, Prabhu. Thank you, Prabhu. Thank you so much. Thank you, Prabhu. Thank you for the wonderful class. Hare Krishna, Prabhu. Thank you. ഹരേ കൃഷ്ണ. പ്രണാം. ഹരേ താങ്ക് യു. പ്രഭു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭു. പ്രണാമം. ഹരേ കൃഷ്ണ. വാഞ്ചാകൽപതരുഭ്യശ്ച കൃപാ സിന്ധുഭ്യവ ച ഹരേ കൃഷ്ണ. താങ്ക് യു വെരി മച്ച്. ഞാൻ ഹരേ കൃഷ്ണ പ്രഭുജി. ഹരേ കൃഷ്ണ. എനിക്കിവിടെ രാത്രി 11:30 സമയം. ഓക്കെ, ഞാൻ Hare Krishna. Thank you, Prabhu. Thank you. Hare Krishna. ഹരേ കൃഷ്ണ. പ്രണാം. താങ്ക് യു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ.